ചില നാളുകൾക്ക് മുമ്പ് സൗദി അറേബ്യയുടെ രാജാവിൻ്റെ മകൻ അമേരിക്കയിൽ ഉപരിപഠനത്തിനായി പോയി. അമേരിക്കയിൽ താൻ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൈവമക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൽ അവരിൽ നിന്ന് ലഭിച്ച സുവിശേഷീകരണത്താൽ ഈ അടുത്ത സൗദിയിലെ രാജാവാകൻ്റെ രാജകുമാരൻ യേശു ക്രിസ്തുവിനെ അവൻ്റെ രാജാവായിട്ട് അംഗീകരിച്ചു. അവൻ യേശുവിനെ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഈ വിഷയം സൗദി അറേബ്യയിൽ അറിഞ്ഞു. ഇതറിഞ്ഞാൽ താൻ അവിടെ എപ്പോഴെങ്കിലും ചെന്നാൽ തൻ്റെ ശിരസ് ഛേദിക്കുകയോ അതല്ലെങ്കിൽ പൊതുവേദിയിൽ എല്ലാവരും കാങ്ങെ കല്ലെറിഞ്ഞ് കൊല്ലുകയോ ചെയ്യും എന്ന് ഗ്രഹിച്ച സൗദി രാജകുമാരൻ അടുത്ത രാഷ്ട്രം മുഴുവൻ ഭരിച്ച് വളരെ നാൾ സന്തോഷമായി ജീവിക്കേണ്ട ഈ മനുഷ്യൻ ആ രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്ന കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചു. എന്നിട്ട് തന്നെ പഠനം തീർന്നപ്പോൾ താൻ അമേരിക്കൻ കോൺസുലേറ്റിൽ ചെന്നിട്ട് തനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പൗരത്വം അമേരിക്കയുടെ വേണ്ടതിന് വേണ്ടി എമിഗ്രൻ്റ് വിസയ്ക്ക് അവൻ അപ്ലൈ ചെയ്തു. അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഇൻ്റർവ്യൂ സമയത്ത് അവനോട് കാര്യങ്ങൾ ചോദിച്ച് അവൻ്റെ പേപ്പർ പരിശോധിച്ചപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത കോൺസുലേറ്റർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ സാധാരണക്കാരനല്ല, അവൻ ഭാവി സൗദിയിലെ രാജാവാകേണ്ട ഇപ്പോഴത്തെ രാജാവിൻ്റെ മകനാണ് എന്ന് ഗ്രഹിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാണ് രാജാവായ ഒരു രാജ്യം ഭരിക്കാനുള്ള വ്യക്തി ഞങ്ങളുടെ രാജ്യത്തെ ഈ അംഗത്വം സ്വീകരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനെക്കാട്ടി വലിയൊരു രാജാതി രാജാവിനെ എൻ്റെ ഹൃദയത്തിൽ വാഴിച്ചിരിക്കുകയാ. അതുകൊണ്ട് ഇവിടുത്തെ താൽക്കാലികമായ രാജഭരണത്തെക്കാൾ അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാകാൻ എനിക്ക് വലിയ താല്പര്യമാണ്. ഇത് കേട്ടപ്പോൾ അകത്തിരുന്ന കോൺസുലേറ്റർ തന്നെ കണ്ണാടിക്കൂടിനകത്തുനിന്ന് വെളിയിലിറങ്ങി വന്നിട്ട് ഈ രാജകുമാരനെ രണ്ട് കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് രണ്ട് കവളി ചുംബിച്ചു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഇറങ്ങി വന്ന മനുഷ്യരുടെ തലയിൽ ഒരു ഭാഗത്ത് ചരിച്ച് ഒരു തൊപ്പി വെച്ചിരിക്കുന്നു, ഒരു ഭാഗത്ത് മുടി കെട്ടിവെച്ചിരിക്കുന്നു, വസ്ത്രധാരണം. നോക്കിയപ്പോൾ ചോദിച്ചു, താങ്കൾ ഒരു യഹൂദനാണോ? അതെ, ഞാനൊരു യഹൂദനാണ്. അയ്യോ, ഒരു യഹൂദനും സൗദിക്കാരനും തമ്മിൽ ആജീവനാന്ത ശത്രുക്കളാ, ഒരിക്കലും തമ്മിൽ കണ്ട മിണ്ടത്തില്ല. അവിടുത്തെ ഒരു ഫ്രൂട്ട്സ് പോലും ഞങ്ങളുടെ രാജ്യത്ത് വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അത്ര ബദ്ധ ശത്രുവായ നീ എന്നെ കെട്ടിപ്പിടി ചുംബിക്കാൻ കാര്യമെന്നാ എന്ന് യഹൂദനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനും ഞങ്ങളുടെ ആൾക്കാരുമൊക്കെയാണ് ഈ യേശുവിനെ ക്രൂശിച്ചത്, ഞങ്ങളുടെ മതമാണ് യേശുവിനെ ക്രൂശിച്ചത്. ഞാനും നിന്നെപ്പോലെ പഠിക്കാൻ അമേരിക്ക ഇവിടെ വന്നപ്പോൾ അനേക സഹോദരന്മാരിൽ കൂടെ യേശു തന്നെ കർത്താവെന്ന് ഗ്രഹിച്ച് ഞാനും രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ അകത്തെ ആ യഹൂദ മതം മാറി യേശുവിൻ്റെ സ്നേഹം എൻ്റെ അകത്ത് വന്നു. അതാണ് നിന്നെ കെട്ടിപ്പിടിക്കാൻ കാരണം. ശ്രദ്ധിച്ചേ, ബദ്ധ ശത്രുക്കളെ തമ്മിൽ സ്നേഹിപ്പിക്കുന്ന ഒരു മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണമേ. ഇന്ന് രാത്രി പകയില്ലാത്തൊരു മാർഗം, വൈരാഗ്യമില്ലാത്തൊരു മാർഗം, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറയാത്തൊരു മാർഗം, ഇങ്ങോട്ടടിച്ചാലും ഈ ചെള്ളക്കടിക്കുമ്പോൾ ഈ ചെള്ള കാണിക്കാൻ പറഞ്ഞ ഒരേ ഒരു മാർഗം ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന്റെ മാർഗമാ. സന്തോഷമുണ്ട് കരമടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഇതുപോലെ ശ്രേഷ്ഠകരമായ മറ്റൊരു മാർഗമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നു. ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കുമ്പോൾ പുക്കിൾക്കുത്തിന് കൂട്ടിപ്പിടിച്ചിട്ട് ഞങ്ങളുടെ പള്ളക്കിട്ടിടിക്കുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഹർത്താൽ വെക്കാറില്ല, ഞങ്ങൾ ബന്ദ് പ്രഖ്യാപിക്കാറില്ല. KSRTC ബസ്സിൻ്റെ ചില്ല് ഇതുവരെ ഞങ്ങളുടെ ആരും തല്ലി പൊട്ടിച്ചിട്ടില്ല. നിങ്ങളാരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരെന്ത് ചെയ്താലും നിങ്ങൾ ഞങ്ങളെ കൊന്ന് അങ്ങോട്ട് പോകും. ഞങ്ങൾ ചത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഹല്ലേലൂയ. കൊന്നു പോകുമ്പോൾ ചത്ത് പ്രസംഗിച്ച് വളരുന്ന ഒരു മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് നസറായന്റെ മാർഗമാ. നല്ലൊരു സ്തോത്രം പറയണമേ. ഞങ്ങൾക്ക് ഇവിടെ പ്രതികാരമില്ല, പക്ഷേ ഞങ്ങൾക്ക് പ്രതികാരമില്ലെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ദൈവം അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. അവൻ തൽക്കാലമൊക്കെ ചിലത് വിട്ടാലും പിന്നത്തിൽ അവൻ ഇടപെടും കേട്ടോ. അവൻ ഇടപെട്ടാൽ ഇന്ന് രാത്രി നിന്റെ വശത്ത് 1000-ഓ 10,000-ഓ വീഴട്ട്, അത് നിന്നോട് അടുക്കാതെ സൂക്ഷിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഈ രാത്രി ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ സാധ്യത ഏത് ബദ്ധ വൈരിയെയും തമ്മിൽ സ്നേഹിപ്പിക്കുന്ന മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്.
സമയം ഒത്തിരി ചുരുക്കമായതുകൊണ്ട് ഓടിച്ചു പറയണമല്ലോ. 23-ാം അധ്യായം തന്നെ 17-ാമത്തെ വാക്യം വേഗത്തിൽ. ബറബ്ബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു. ഉത്സവം തോറും ഒരുത്തന് വിട്ടുകൊടുക്ക പതിവായിരുന്നു. അവനോ നഗരത്തിലുണ്ടായ ഒരു കലഹവും കൊലയും ഹേതുവായി തടവലായവനായിരുന്നു. അവനോ നഗരത്തിലുണ്ടായ ഒരു കൊലയും കലഹവും ഹേതുവായി തടവൽ ആയവനായിരുന്നു. പീലാത്തോസ് യേശുവിനെ വിടുവിപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു. അവരോ അവനെ ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു. അവനെ ക്രൂശിക്ക എന്ന് ഉറക്കെ നിലവിളിച്ചു. ബറബ്ബാസിനെ വിട്ടുക, യേശുവിനെ ക്രൂശിക്ക എന്നവരാർത്തു. നിങ്ങൾക്കറിയാമോ ചരിത്രം? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് യെരുശലേമിലും യഹൂദ നാടും മുഴുവൻ ഉണ്ടായ ഏറ്റവും വലിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യനാണ് ബറബ്ബാസ്. ഈ മനുഷ്യൻ ഒന്നിലധികം ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്ത ഒരു കൊലപാതകനാണ്. താൻ ചെയ്ത കൊലപാതകത്തിൻ്റെയും കലഹത്തിൻ്റെയും പേരിൽ നാട്ടിലുണ്ടായ അസമാധാനത്തിൻ്റെ പേരിൽ ഈ മനുഷ്യനെ പിടിച്ച് ജയിലിലിടുകയും അദ്ദേഹത്തിൻ്റെ കേസ് വിസ്തരിച്ച് അന്നത്തെ കോടതി ഈ മനുഷ്യനെ ക്രൂശിലേറ്റി കൊല്ലാൻ വിധി കൽപ്പിച്ച് ക്രൂശ് കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ. മറുഭാഗത്ത് നീതിമാനിൽ നീതിമാനായ യേശു, ജനനം മുതൽ വിശുദ്ധനായ ഒരാൾ. ഈ ഉലകത്തിൽ വിശുദ്ധനായി ജനിച്ച ഒരാളെ ഉള്ളൂ, സ്ത്രീയുടെ സന്തതിയായി ജനിച്ച യേശു ക്രിസ്തു മാത്രം. മറിയ ചോദിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അതെങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അങ്ങനെ ജനിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും. ജനിക്കുന്നതിന് മുമ്പേ വിശുദ്ധ പ്രജ എന്ന് പേര് കിട്ടിയയാള്, ജനിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധനായി ജീവിച്ചയാള്, 33.5 വയസ്സിൽ അവനെ ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, ഈ നീതിമാനിൽ യാതൊരു കുറ്റവുമില്ല. അവനെ ക്രൂശിച്ച പീലാത്തോസ് പറഞ്ഞു, ഈ കുറ്റമില്ലാത്ത രക്തത്തില്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ പിലാപ്പുറം കുത്തിക്കീറിയ ശതാധിപൻ. അതെ, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, സൂര്യൻ അസ്തമിക്കുന്നു, തിരശീല മുകളിൽ നിന്ന് താഴോട്ട് കീറുന്നു, കല്ലറകൾ തുറക്കുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, വാസ്തവമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. കൂടെ ക്രൂശിച്ച കള്ളന്മാർ ഒരുത്തൻ പറഞ്ഞു, ഞാനോ ന്യായമായത് അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. ലോകത്തെ നോക്കി വെല്ലുവിളിച്ച ഒരു നേതാവേ ഉള്ളൂ. അവൻ ചോദിച്ചു, നിങ്ങൾ എല്ലാവർക്കും പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താം എന്ന് വെല്ലുവിളിച്ച പാപമില്ലാത്ത ഏക പരിശുദ്ധൻ. ഹല്ലേലൂയ. പരിശുദ്ധനിൽ പരിശുദ്ധനായ യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചു. പകരം കൊലപാതകനായ ബറബ്ബാസിനെ വെറുതെ വിട്ടു. ഇതൊന്നും ബറബ്ബാസ് അറിയുന്നില്ല, അവൻ ജയിലിൽ കിടക്കുകയാണ്. ഇവിടെ വിധി പ്രസ്താവിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോയി, തലയിൽ മുൾക്കിരീടം വെച്ചു, കവിളിലെ മീശ പിഴുതു പറിച്ചു, കോലുകൊണ്ട് മുൾക്കിരീടം അടിച്ചുറപ്പിച്ചു, പുറം ചാട്ടവാറിന് അടിച്ചുഴവുചാല് പോലെ കീറി. പച്ചപ്പൈൻമര കുരിശിൽ ഇവനെ ക്രൂശിപ്പാനായി കൊണ്ടുപോകുമ്പോൾ പടയാളികളിൽ 2 പേര് ഈ വിധി ലഭിച്ചിരിക്കുന്ന മനുഷ്യനെ ആ ശബത്താരംഭിക്കും മുമ്പേ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഓടി ജയിലിൽ ചെന്ന് പറഞ്ഞു, ബറബ്ബാസേ, നിന്റെ ശിക്ഷ മാറി, നീ രക്ഷപ്പെട്ടു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിന്റെ ശിക്ഷ മാറി, നീ രക്ഷപ്പെട്ടു. അവൻ ചോദിച്ചു, ഞാൻ കുറ്റം ചെയ്തവനാണ്, എങ്ങനെ രക്ഷപ്പെടുന്നത്? അവന് പറഞ്ഞു, പകരം ഒരാളെ ക്രൂശിക്കാൻ കൊണ്ടുപോയി, നിന്റെ ശിക്ഷ മറ്റൊരുത്തന്റെ മേൽ ചുമത്തിയിരിക്കുകയാ, നിനക്ക് വേണ്ടി മറ്റൊരാൾ ക്രൂശിക്കപ്പെടുകയാ. അവൻ ചോദിച്ചതാരാ? അത് നസറേത്തിലെ യേശുവാ. ഇത് കേട്ടവൻ കാരാഗ്രഹത്തിൽ നിന്ന് ചങ്ങലയഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ റോമൻ കാരാഗ്രഹം മുതൽ ആ ഗാഗുൽത്തായുടെ കൊടുമുടി വരെ ഓടിയെന്നാണ് ചരിത്രം. പ്രൈസ് ദി ലോർഡ്. പട്ടണത്തിന്റെ തെരുവീതിയിൽ കൂടെ ആ മനുഷ്യൻ അലറിക്കൊണ്ടോടി, അതരുതേ, അതരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഒരു ഭ്രാന്തനെ പോലെ ആ റോമൻ ജയിൽ മുതൽ ഗാഗുൽത്ത വരെ ഓടി ചെല്ലുമ്പോൾ 3 ക്രൂശുകൾ നിരന്നു നിൽക്കുന്നു. നടുക്കത്തെ ക്രൂശിൽ ഇവനെ യഹൂദന്മാരുടെ രാജാവെന്ന മേലെടുത്തോടെ ക്രൂശിൽ കിടക്കുന്ന യേശു ദൂരെ നലറി വരുന്ന ഈ മനുഷ്യനെ കണ്ടു, തോളിലേക്ക് തല ചായിച്ചു. എല്ലാം നിവൃത്തിയായി,
എന്ന് പറഞ്ഞ് പ്രാണനെ വിടുമ്പോൾ ഈ മനുഷ്യൻ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്നു. സ്തോത്രം. അവൻ വിളിച്ചുകൂവി, എന്നെ ക്രൂശിക്ക്, ഈ നീതിമാനെ ക്രൂശിക്കല്ല് എന്ന് പറഞ്ഞെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ക്രൂശിൻ്റെ സാധ്യത വളരെ വലുതാ കേട്ടോ. നീ എത്ര കൊടും ഭീകരനായാലും, നീ റെനി ജോർജിനെ പോലെ കരിക്കിൻ ബില്ലായിൽ അമ്മാവനെ അമ്മായിയും എല്ലാം കൂടെ കൊന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് രാത്രി ക്രൂശിൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ തയ്യാറായ നിന്റെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും, അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും, ഇന്ന് രാത്രി ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുവിന്റെ മാർഗമാ. സന്തോഷമുള്ളവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ശ്രമം നിങ്ങൾ തള്ളിക്കളയരുത്. ഈ മനുഷ്യൻ ക്രൂശിന്റെ ചുവട് വരെ ഓടി. പിന്നത്തേതിൽ ലോകം കണ്ട ഏറ്റവും ശക്തരായ സുവിശേഷകരിൽ ഒരാള് ഈ ബറബാസായിരുന്നെന്ന്. ബറബാസിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യം കേട്ട് നൂറുകണക്കിന് ജയിൽ പുള്ളികൾ യേശുവിനെ അറിയാനിടയായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. 23 അധ്യായം 26 വാക്യം. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ചു ക്രൂശ് ചുമപ്പിച്ച് യേശുവിന് പിന്നാലെ നടക്കുമാറാക്കി. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. വരുമ്പോൾ കുറേനക്കാരനായ ശീമോൻ എന്ന മനുഷ്യൻ വയലിൽ നിന്ന് വരുന്നത് കണ്ടിട്ട് ക്രൂശ് ചുമക്കാൻ അവനെ നിർബന്ധിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, കുറേനക്കാരൻ്റെ കാര്യം പറയുമ്പോൾ ആരാധിക്കാൻ വന്ന ഒരാളുടെ കാര്യം നിങ്ങളോട് പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഭൂഖണ്ഡങ്ങൾ താണ്ടി ആരാധിക്കാൻ വന്നൊരു മനുഷ്യൻ ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിൽ നിന്ന്. മോനെ, ഈ ശബ്ദം അത്ര ശരിയല്ലോ. ഞാൻ എന്നും പ്രസംഗിക്കുന്ന ആളാകട്ടോ. ഈ ശബ്ദം കൊണ്ടുവന്നേക്കുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടി വെക്കാനാ. ഓക്കെ, ഇച്ചിരൂടെ ഒളിത്തി വെച്ചാട്ടോ. അതിൻ്റെ ആ ബാസ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിലെ എത്യോപ്യ എന്ന രാജ്യത്ത് നിന്നൊരു മനുഷ്യൻ ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിലെ യെരുശലേം എന്ന രാജ്യത്തിലേക്ക് ആരാധിക്കാൻ വരിക. ഭൂഖണ്ഡങ്ങൾ താണ്ടി ആരാധിക്കാൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. കടം കയറി മുടിഞ്ഞിട്ട് ജപ്തിക്കാർ വന്നപ്പോൾ ഇറങ്ങിയതല്ല. ആ രാജ്യത്തെ ധനകാര്യ സ്ഥാപന താക്കോൽ ഈ മനുഷ്യൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് താൻ മഹാനും മാന്യനുമാണ്. അത് ശരിയായിരിക്കും മണി. ഈ ബോക്സ് അങ്ങോട്ടിരിക്കുന്നുണ്ട്, പാട്ടുകാർക്ക് വേണ്ടി അത് വെച്ചേക്കുന്നത്. എനിക്കൂടെ കേൾക്കാതെ വെക്കുമ്പോൾ അത് ശരിയാകുമെന്ന് തോന്നുന്നു. ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശ്രദ്ധിക്കണേ, ധനകാര്യമന്ത്രി, മാന്യൻ, മഹാൻ, 3 യോഗ്യതകളുള്ളൊരു മനുഷ്യൻ ഇന്നത്തെ 4 വരി പാതയൊന്നും ഇല്ലാത്ത കാലത്ത്, ഇന്നത്തെ ഇഞ്ചൻ വെച്ച വാഹനമില്ലാത്ത കാലത്ത് ഒരു കുതിരവണ്ടിയിൽ കയറി ഭൂഖണ്ഡങ്ങൾ താണ്ടി രാജ്യങ്ങൾ താണ്ടി ആരാധനയ്ക്ക് വരികയാണ്. ഈ മനുഷ്യൻ ദീർഘ മൈലുകൾ, ഏതാണ്ട് 2000-ത്തിലധികം വരുന്ന മൈലുകൾ കുതിരവണ്ടി പുറത്തു പോകുമ്പോൾ ചോദിച്ചു, ധനകാര്യമന്ത്രിയെ എസ്കോർട്ട് വേണ്ടേ? വേണ്ട, അതൊക്കെ കേരളത്തിലെ മന്ത്രിമാർക്ക് മതി. പിന്നെ പോകുന്നവനെ ഇടിച്ചിട്ടേച്ചു, അത് വേറെ കാര്യം. 4 ആശുപത്രിയില്ല. സ്തോത്രം. പക്ഷേ ഈ ധനകാര്യമന്ത്രി ആഫ്രിക്ക യെരുശലേമിനെ ആരെ ഇടിച്ചിട്ടില്ല. ഒരു സ്തോത്രം പറഞ്ഞേര്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ആരാധനയ്ക്കായി വന്ന ആഴ്ചകൾ മാസങ്ങൾ നീണ്ട യാത്ര യെരുശലേമിലെ ദേവാലയത്തിന്റെ വാതിക്കൽ വന്നു. വാതിക്ക വന്ന് അകത്തോട്ട് കയറാൻ നോക്കിയപ്പോൾ ആ വാതിക്കൽ ഒരു ബോർഡ് കിടക്കുന്നു. ബോർഡിലെ 2 കാര്യം ശ്രദ്ധിച്ചു. 1, അന്യജാതിക്കാരനകത്ത് കയറരുത്. 2, ഷണ്ണനകത്ത് കയറല്ല. പുള്ളിയുടെ വണ്ടി നേരെ തിരിഞ്ഞു. ഭൂഖണ്ഡങ്ങൾ താണ്ടി ആരാധിക്കാൻ കൊതിച്ചു വന്ന മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ കൈയെഴുത്ത് വായിച്ചിട്ട് തനിക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്ത് കണ്ടിട്ട് ആ മനുഷ്യൻ തിരിഞ്ഞു പോകുമ്പോൾ ഏതായാലും വന്നേച്ചു പോവല്ലേ, എന്നാ ബുക്ക് സ്റ്റാളൊന്ന് കണ്ടേച്ചു പോവാം.
എന്ന് വിചാരിച്ച് പുസ്തകശാലയിൽ കയറിയപ്പോൾ ഒരു ഭയങ്കര പുസ്തകം ഇരിക്കുന്നു. 66 മൃഗത്തിൻ്റെ തോലിനകത്ത് എഴുതിയ 66 അധ്യായമുള്ള ഒരു ഭയങ്കര പുസ്തകം, യെശയ്യാവിൻ്റെ പ്രവചനം. വില ചോദിച്ച വിലയ്ക്ക് പുസ്തകം മേടിച്ചു വണ്ടിയെ വെച്ചു. അവിടം തൊട്ട് വായിക്കാൻ തുടങ്ങി. തിരിച്ച് യാത്രയാണ്. നമ്മൾ കഴിഞ്ഞ കുമ്പനാട് കൺവെൻഷന് പോയപ്പോഴും പുസ്തകം മേടിച്ചു, ഇതുവരെ സിപ്പ് അഴിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനല്ല. ഈ മനുഷ്യൻ പുസ്തകം മേടിച്ചത് മുതൽ വായിക്കാൻ തുടങ്ങി. ഇവൻ വായിച്ച് അങ്ങ് ഗസയിലെത്തിയപ്പോൾ യെശയ്യാവ് 53 അധ്യായം തീർന്നു. എന്ന് പറഞ്ഞാൽ 53 തോൽച്ചുരുൾ മറിച്ചു കഴിഞ്ഞു. 53ാമത്തെ തോൽച്ചുരുൾ മറിച്ചപ്പോൾ അതിനകത്ത് എഴുതിയ കാര്യം, ഏകനായി പോകുന്നവൻ ആരാധിക്കാൻ വന്നിട്ട് ആരാധിക്കാൻ കഴിയാതെ മനസ്സ് തകർന്ന ഈ പോന്ന മനുഷ്യനെ ഉലകത്തിൽ ആരും കണ്ടില്ല കേട്ടോ. പള്ളിപ്രമാണി അവനെ കണ്ടില്ല, മഹാപുരോഹിതൻ അവനെ കണ്ടില്ല, പുരോഹിതന്മാർ അവനെ കണ്ടില്ല, ലേവ്യന്മാർ അവനെ കണ്ടില്ല, യാഗം നടത്തുന്ന പുള്ളികൾ അവനെ കണ്ടില്ല. അവനെ ആരും കണ്ടില്ലെങ്കിലും ആരാധന സ്വീകരിക്കുന്നവൻ അവനെ കണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ഉലകത്തിൽ ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിന്റെ ആരാധന സ്വീകരിക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി നിന്നെ കണ്ടാൽ നിന്റെ സ്ഥിതി മുഴുവൻ മാറ്റാൻ കരുത്തുള്ള ഒരുത്തൻ ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ അസാധ്യമായതൊന്നുമില്ല. സ്വർഗം ഇവനെ കണ്ടു. ഇതുപോലെ ഒരു യോഗത്തിൽ ഫിലിപ്പോസ് ശമരിയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഫിലിപ്പോസ് ഉപദേശിയെ യേശു നേരിട്ട് വിളിച്ചു പറഞ്ഞു, ഫിലിപ്പോസേ പ്രസംഗം നിർത്ത്. ആരാധന കൊതിച്ച് ഭൂഖണ്ഡങ്ങൾ താണ്ടി വന്നിട്ട് ആരാധിക്കാൻ കഴിയാതെ കൈയെഴുത്ത് കണ്ടിട്ട് പേടിച്ചു പോകുന്നൊരു മനുഷ്യനുണ്ട്. അവൻ്റെ എന്നെക്കുറിച്ച് യെശയ്യാവ് എഴുതിയ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുക. നീ ചേർന്ന് നടക്കാൻ പറഞ്ഞു. അവൻ ചേർന്ന് നടക്കും. വായിക്കുന്ന ഭാഗം കേട്ടു. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കും എന്ന് പറഞ്ഞ് വായിച്ചു വരുന്ന ഭാഗം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, അല്ലയോ മാന്യനായ മന്ത്രിയെ, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? അവൻ പറഞ്ഞ് ഗ്രഹിക്കുന്നില്ല. ഞാൻ പൊരുൾ തിരിച്ചു തരട്ടെ. തന്നാട്ടെ. കയറി അകത്തിരുന്നു. അകത്തോട്ട് കയറിയിരുന്നവൻ പൊരുൾ തിരിക്കാൻ തുടങ്ങി. പൊരുൾ തിരിച്ചു വന്നപ്പോൾ 53ാം അധ്യായത്തിൻ്റെ പൊരുൾ തിരിച്ചപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി സ്വർഗം വിടഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്ന നസറേനായ യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ കാൽവരി മരണത്തെക്കുറിച്ചും മറ്റൊരുത്തന് രക്ഷയില്ലെന്നും നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ് അല്ലേ ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ അതിനകത്ത് സ്നാനം വന്നു. ജെയിംസ് പാസ്റ്റർ, ഞാൻ ഈയിടെ ഒരിടത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോഴേ എന്നെ പാസ്റ്റർ വാതുക്കലെ വന്ന് വണ്ടിയെന്നൊക്കെ സ്വീകരിച്ചിറക്കിയിട്ട് ചെവി പറഞ്ഞ, അച്ഛാ സ്നാനം പറയണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു, പിന്നെ ആഭരണക്കാര്യവും പറയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്നാൽ പിന്നെ താനങ്ങ് പ്രസംഗിച്ചാൽ പോരെ. അല്ല, ഞാൻ റാന്നിന്ന് വെച്ചാൽ ഈ കുതിരാങ്കുന്നെല്ലാം കിടന്ന് വരേണ്ട കാര്യമുണ്ടോ? പ്രസംഗ വിഷയം ഇവൻ അറിയാമെങ്കിൽ പിന്നെ അവൻ പ്രസംഗിച്ചാൽ പോരെ. അപ്പം ഞാൻ ചോദിച്ചേട്ടാ, നിന്നോട് ആരാ ഇത് പറയണ്ടെന്ന് പറഞ്ഞത്? യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോകണം, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് യേശു പറഞ്ഞേക്കുക. പിന്നെ ഇവനോട് ആരാ പറഞ്ഞേ പറയണ്ടെന്ന്? ഹലോ, പ്രൈസ് ദി ലോർഡ്. ഗലീലയിൽ നിന്ന് 120 മൈൽ ഇങ്ങോട്ടും 120 മൈൽ അങ്ങോട്ടും നടന്ന് 240 മൈൽ നടന്ന് ഒരുത്തൻ വരുമ്പോൾ പരീശന്മാർ ചോദിച്ചു, എന്തിനാ പോന്നേ? യഹൂദന്മാർ ചോദിച്ചു, എന്തിനാ പോന്നേ? എല്ലാവരും നിന്ദിച്ചു, എല്ലാവരും അപമാനിച്ചു. അവ സ്നാനക്കുളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ സ്നാനപ്പെടുത്തുന്നെന്ന് ചോദിച്ചു. അയ്യോ, അതരുത്, നീ എന്നെ സ്നാനപ്പെടുത്ത്. യേശു പറഞ്ഞു, യോഹന്നാനേ, 120 മൈൽ നടന്നു വന്നതേ ദൈവനീതി നിവർത്തിക്കാനാ. സ്തോത്രം പറഞ്ഞില്ല. എൻ്റെ യേശു ഒരു സ്നാനത്തിന് വേണ്ടി 120 മൈൽ നടന്നു വന്നെങ്കിൽ സ്നേഹിത, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട നീ സ്നാനപ്പെട്ടേ
മതിയാകൂ. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്നാനം അങ്ങനെ കുറഞ്ഞൊരു മാർഗമല്ല കേട്ടോ. ഇന്ന് രാത്രി പിതാവും പുത്രനും ആത്മാവും ഒന്നിച്ചു സമ്മേളിച്ച ഒരു സമ്മേളന വേദി ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് സ്നാനക്കടവ കേട്ടോ. അല്ലയോ, യേശു അങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിലോട്ട് മുങ്ങി പൊങ്ങിയപ്പോൾ സ്വർഗം അങ്ങ് തുറന്നു. മുകളിൽ പിതാവ്, ആത്മാവ് ആളത്തമായി പ്രാവെന്ന പോലെ താഴോട്ട്, പുത്രൻ വെള്ളത്തിൽ. ആത്മാവും പുത്രനും പിതാവും ഒന്നിച്ചു സമ്മേളിച്ച ഒരു സമ്മേളന വേദി ഉണ്ടെങ്കിൽ അത് സ്നാനക്കടവല്ലേ? ഇന്ന് രാത്രി സ്നാനം ഒരു നിന്ദയുടെ മാർഗമല്ല. യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാൻ നീ സ്നാനപ്പെട്ടേ മതിയാകൂ. നീ അവൻ്റെ അടക്കത്തിനോട് സാദൃശ്യപ്പെട്ടില്ലെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോടും നീ സാദൃശ്യപ്പെടത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കാഹള ധ്വനിയിങ്കൽ എടുക്കപ്പെടാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ നീ സ്നാനപ്പെട്ടോണം. ഇപ്പോഴത്തെ കൃപയുടെയാണെന്നും പറഞ്ഞ് പിള്ളേർ എഴുന്നേറ്റ് ചുമ്മാതെ സ്നാനപ്പെട്ടില്ലെങ്കിലും കർത്തൃമേശ എടുത്തോളാനൊക്കെ പറയും. അതൊക്കെ വേദപുസ്തകം അറിയത്തില്ലാഞ്ഞോണ്ടാണ്. അവൻ അവിടെ ഇവിടെയൊക്കെ ഐപാഡിനകത്ത് കയറിയും നെറ്റി കയറിയും വരച്ചും വെച്ച് മാന്തി കോഴി ചകഞ്ഞ് കിട്ടുന്നത് കൊണ്ട് വന്ന് പറയുന്ന ആ കൃപയുടെ കാര്യമൊക്കെ. കൃപ അങ്ങനെ വിൽക്കുന്ന സാധനമൊന്നുമല്ല. സ്തോത്രം ആരും പറഞ്ഞില്ല. നിങ്ങളെന്നെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല വച്ചാ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ മനസ്സിലാകുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആഭരണം ഊരാൻ പറഞ്ഞാൽ ഊരിയില്ലെങ്കിലും കുഴപ്പമില്ല വെച്ചാ. അഗരവും പറഞ്ഞപ്പോൾ ഊരിയല്ലോ. പിന്നെ അഗരവും പറഞ്ഞപ്പോൾ കാളക്കുട്ടി എന്ന് കേട്ടപ്പോൾ എല്ലാവരും കുണക്കൂരിയല്ലോ. വേർപാട് പറഞ്ഞാൽ ആരും ഊരത്തില്ല, വിശുദ്ധി പറഞ്ഞാൽ ഊരത്തില്ല. കാളക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഊരി. ചിലർക്ക് കാളെ കണ്ടാലേ ഊരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറയണം. ചിലർക്ക് ആരാധന പറഞ്ഞ കാളെ കാണണം. 20 വർഷം ഈ വീട്ടിലിരിക്കുക ഈ പെട്ടകം. അന്നേരം ആ പിള്ളേർക്കൊന്നും ആരാധിക്കണ്ട. അവന്മാർ മൊബൈൽ ചാർജ് ചെയ്യാൻ അതിനെ മണ്ടയ്ക്കാണ് കൊണ്ട് വെക്കുന്നത്. സ്തോത്രം. ഇപ്പം തന്നെ കാളവണ്ടിയുടെ മണ്ടയ്ക്കോട്ട് കയറിയപ്പോഴത്തേന് അവന്മാർ ഡബിൾ മുണ്ട് എടുത്തു, ഒരു രൂപ എടുത്തിട്ടു, തോളത്തൊരു 2ാം മുണ്ടൊക്കെ ഇട്ടു, മുണ്ടിൻ്റെ അറ്റപ്പെടുത്ത് കക്ഷത്തിലൊക്കെ വെച്ച് ഇവനിങ്ങനെ വെച്ചിട്ട് ഇവനാണ് പെട്ടകം നയിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ മിണ്ടുന്നില്ല. കാളയ്ക്കറിയാമോ ഇതുവല്ലോ? പെട്ടകം കയറിയപ്പോൾ കാള ഈ ഗ്ലോറിയും പ്രൈസലോടും കേട്ടപ്പോൾ ഒന്ന് വരണ്ടു. ഇരിപ്പ് കണ്ടറിയാമല്ലോ വരണ്ടിരിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒന്ന് വരണ്ട് കാള വരണ്ടപ്പെടുത്തേന് പെട്ടകം ഒന്ന് ചരിഞ്ഞു. അപ്പം പുള്ളിക്കാരൻ വിചാരിച്ചു ഞങ്ങളല്ലേ ഇതുവരെ നിയന്ത്രിച്ചെന്ന് വിചാരിച്ച് കയറി പിടിച്ചു. അയ്യോ, നമ്മുടെ മതമിളകി ആനയെ പോലല്ലേ പെട്ടകത്തെ കയറി തൊട്ട ബെവർ പറയത്തില്ലേ? എൻ്റെ അച്ഛാ, ഈ മതമിളകുമ്പോൾ പാപ്പാനെ തുമ്പുകയെ പിടിച്ച് പൊക്കി നിലത്തടിച്ചിട്ട് കൊമ്പ് കയറ്റുന്ന പോലെ പെട്ടകത്തെ തൊടുകയും ഉസൈക്കിട്ട് ഒറ്റ വെട്ട്. അവൻ വഴി പെടഞ്ഞു വീണില്ലേ? കുഞ്ഞെ കളിക്കരുത് പെട്ടകത്തോട്. ഇത് കാളപ്പുറത്ത് കയറുന്ന സാധനമൊന്നുമല്ല. ഇതത് നല്ല ഹല്ലേലൂയ ഭയത്തോടെ പറയേണ്ട രാത്രിയാ. ഹല്ലേലൂയ. പിന്നെ ശൗലിനൊക്കെ ആരാധിക്കണ കാളെ കാണണ്ട, മുറിക്കകത്തുനിന്ന് കാളയുടെ മുക്കറ കേട്ടാൽ മതി. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ശൗമേൽ വന്നപ്പോൾ മുറിക്കകത്ത് കാളയുടെ മുക്കറ. പുള്ളി ചോദിച്ചു എന്നാ ഈ ശബ്ദം കേൾക്കുന്നത്? എല്ലാവരും ധരിച്ച സ്വോത്രവും ഗ്ലോറിയും വിക്ടറി. അന്നേരം പറഞ്ഞ അല്ല, കാള മുക്കറ ഇടുന്നതാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വിവേചിക്കാനൊരു കൃപ വേണം കേട്ടോ. സ്വോത്രം ആരും പറയുന്നില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഞാൻ മടങ്ങി വരിക. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അപ്പം ഈ കുറേനക്കാരനായ മനുഷ്യൻ സ്തോത്രം രാവിലെ 3 മണിക്ക് പണിക്കിറങ്ങും. യഹൂദൻ്റെ രാവിലെ 12 മണിക്ക് പണിക്ക് കയറും. 4 യാമം മുഴുവൻ അറിഞ്ഞു പണിതാ കിട്ടുന്ന ഒരു പണമാണ്. ഈ ഒരു പണം കൊണ്ട് വേണം ഭാര്യയുടെയും 2 പിള്ളേരുടെയും ചെലവ്, വീടിൻ്റെ മുഴുവൻ ചെലവ്, കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം നടത്താൻ. പക്ഷെ വിശ്വസ്തയോടെ വൈദ്യ പണിയുക. ഈ സ്വതവേ ജന്മനെ ഇവൻ കറുത്തവനാണ്. അതുകൊണ്ട് ഇവൻ നീഗ്രോ ആണെന്നുള്ള വാക്ക് അപ്പോസ്തലർ 13 നീഗർ എന്ന പേരുള്ള ശീമോൻ. നീഗർ എന്ന പേരിൻ്റെ ശരിയായ പരിഭാഷ നീഗ്രോ എന്നാ. അപ്പം നീഗർ എന്ന പേരുള്ള ശീമോൻ പൗലോസിൻ്റെ തലയെ കൈവച്ച് വേലയ്ക്ക് വേർതിരിച്ച് അവനാ. ഒരു സ്വതന്ത്രം പറഞ്ഞേര്. അർഹതയില്ലാത്തവനെയൊക്കെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവത്തിന് വേർതിരിക്കാൻ ഒറ്റ നിമിഷം മതി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേര്. അപ്പോൾ ഇവനിങ്ങനെ ആ വയലിൽ നിന്ന് പണി കഴിഞ്ഞ് കയറി വരുമ്പോഴാണ് ക്രൂശീകരണത്തിൻ്റെ ജാഥ ഇങ്ങനെ വരുന്നത്. യേശുവിൻ്റെ തോളത്ത് ക്രൂശ് കിടക്കുന്നു. ശബത്ത് ആരംഭിക്കാൻ പോന്നു. ശബത്തിന് മുമ്പേ ക്രൂശീകരണം നടക്കണം, ശബത്തിന് മുമ്പേ മരണം നടക്കണം, ശബത്തിന് മുമ്പേ ശവം അടക്കണം. ഇതെല്ലാം ചെയ്യാൻ ബദ്ധപ്പാട് കഴിച്ചുകൊണ്ട് ശതാധിപനും പട്ടാളക്കാരും എല്ലാം കൂടെ മുൻപോട്ട് പോകുമ്പോൾ യെരൂശലേം പുത്രിമാരെല്ലാം കരഞ്ഞുകൊണ്ട് പുറകെ വരികയാ. ഈ സമയത്ത് എന്താ
സംഭവം എന്നറിയാതെ വയലിൽ നിന്ന് കയറി വന്ന മനുഷ്യൻ വഴിയോരത്ത് ഇങ്ങനെ മാറി ഒരു കുറിയാണ്ടൊക്കെ എടുത്തോടെ നിൽക്കുന്ന ഉടനെ ആരോഗ്യ ദൃഢഗാത്രനായി മനുഷ്യനെ ശതാധിപന്റെ കണ്ണിപ്പെട്ടിട്ട് അവൻ പറഞ്ഞു, എടുക്കടാ ക്രൂശ്. സ്തോത്രം. അവൻ പറഞ്ഞെടുക്കത്തില്ല. ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാ. ഈ ക്രൂശ് ഞാൻ എടുത്താൽ ഞാൻ ശപിക്കപ്പെടും, എൻ്റെ ഭാര്യ ശപിക്കപ്പെടും, എൻ്റെ 2 പിള്ളേർ രൂപോസും അലക്സാണ്ടറും ശപിക്കപ്പെടും. ഈ ശാപഗ്രസ്തമായ ക്രൂശ് ഞാൻ എടുക്കത്തില്ല. അവൻ ഒഴിഞ്ഞു മാറി. പക്ഷേ റോമൻ പട്ടാളക്കാരനായ ശതാധിപൻ്റെ 2 കണ്ണുകൾ ചുമന്ന് കലങ്ങിയിട്ട് അവൻ അസ്ഥിയും മുള്ളും നിറഞ്ഞ യേശുവിനെ അടിയ ചാട്ടവാർ ആകാശം ചുഴറ്റി വീശി പറഞ്ഞു, എടുക്കടാ ക്രൂശ്. അവൻ ഭയപ്പെട്ട് അറിയാതെ ക്രൂശ് എടുത്തുപോയി, മനസ്സോടല്ല. നിർബന്ധം കൊണ്ടെന്ന് എഴുതിയേക്കുന്നേ. ഒരു സ്തോത്രം പറഞ്ഞേര്. ഇന്ന് രാത്രി നിർബന്ധം കൊണ്ടാണെങ്കിലും നീ ഇത് പിടിച്ച രക്ഷപ്പെട്ടു കുഞ്ഞെ. ഹല്ലേലൂയ. ഇതുപോലെ ഉയർത്താൻ കൊള്ളാവുന്ന മറ്റൊന്നില്ലെന്നേ. യേശുവിൻ്റെ ക്രൂശിൻ്റെ സാധ്യത ഈ രാത്രി വളരെ വലുതാ കേട്ടോ. ശ്രദ്ധിക്കണേ. ഇവൻ ഈ ക്രൂശ് എടുത്ത് നിലത്തൂടെ വലിഞ്ഞുകൊണ്ടിരുന്ന ക്രൂശിൻ്റെ ഒരു അറ്റമെടുത്ത് ഈ ശീമോൻ തോളത്തോട്ട് വെച്ചപ്പോൾ യേശുവിൻ്റെ തോളത്തൂന്ന് ഒഴുകി ക്രൂശെ കൂടെ ഇറങ്ങിക്കൊണ്ടിരുന്ന ചുടുചോര അല്ലെ ഇവൻ്റെ ദേഹത്തെ കൊഴുകി ഇറങ്ങി. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി PC ചെറിയാൻ വിശ്വാസത്താൽ ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ചപ്പോൾ ഈ ശീമോൻ യഥാർത്ഥമായി ആ രക്തം അവന്റെ ദേഹത്തൂടെ ഒഴുകി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യായ രക്തം, ഓ ഹല്ലേലൂയ, സകല പാപവും പോക്കാൻ ശക്തിയുള്ള ആ രക്തം ഇവന്റെ ദേഹത്തേക്ക് ഒഴുകി. യേശു ക്രൂശിനിടയിലൂടെ പെട്ടെന്ന് തനിക്കുണ്ടായ ആ ഭാരത്തിൻ്റെ ചുമട് കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാൻ ഇവനെ ഒന്നും നോക്കി. സ്തോത്രം. രക്തം ദേഹത്തും നോട്ടം മുഖത്തും പതിഞ്ഞപ്പോൾ ആളാകെ മാറി. സ്തോത്രം. അവൻ ക്രൂശുമായി ഗാഗുൽത്ത വരെ ചെന്നു. ഗാഗുൽത്തായുടെ കൊടുമുടിയിൽ ക്രൂശിക്കുമേൽ തറയ്ക്കുന്നതും ക്രൂശിക്കുന്നെല്ലാം നോക്കി നിന്ന് കണ്ടു. ഗാഗുൽത്തയുടെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഗാഗുൽത്ത എന്ന വാക്കിൻ്റെ യഥാർത്ഥ പേര് ഗോൽഗോലിയാത്ത് എന്ന. ഗോൽഗോലിയാത്ത് എന്ന. എന്താ ഗോൽഗോലിയാത്ത്? യേശുവിൻ്റെ വല്യപ്പച്ചൻ്റെ പദവി വന്ന ഒരാളുണ്ട്. മത്തായി എഴുതിയ അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അങ്ങനെ വംശാവലി എഴുതിയപ്പം വല്യപ്പച്ചൻ്റെ സ്ഥാനം ആർക്ക് കിട്ടി? ദാവീദിന് കിട്ടി. ദാവീദിന് വല്യപ്പച്ചൻ്റെ സ്ഥാനം കിട്ടാൻ ഒരു കാരണമുണ്ട്. ഇസ്രായേലിൻ്റെ ആജീവനാന്ത ശത്രുവായിരുന്നു പെലിസ്ത്യൻ. ആ പെലിസ്ത്യൻ്റെ നേതാവായിരുന്നു ഗോലിയാത്ത്. ദാവീദിൻ്റെ മേൽ അഭിഷേകം വീണപ്പോൾ ദാവീദ് എന്ന ഇസ്രായേലിൻ്റെ മധുരഗായകനായ യേശുക്രിസ്തുവിൻ്റെ വല്യപ്പച്ചൻ്റെ പദവിയിൽ വന്ന ദാവീദ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഗോലിയാത്തിനെ നേരെ ചെന്നിട്ട് കവണിയിൽ കല്ല് ചുഴറ്റി ഒറ്റ ഏറിന് ഗോലിയാത്തിനെ താഴെയിട്ടിട്ട് അവൻ്റെ വാളൂരി അവൻ്റെ കഴുത്ത് വെട്ടി. എന്നിട്ട് ചോര ഒഴുകുന്ന ആ തല പിടിച്ചുകൊണ്ടുപോയി കൊണ്ട് അടക്കിയ സ്ഥലത്തിൻ്റെ പേരാ ഗോലിയാത്ത്. ഒരു സ്വത്രം പറഞ്ഞേ. ഗോലിയാത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന് പിന്നീട് ഒരു പേര് കിട്ടി. തലയോട്ടി അടക്കിയത് കൊണ്ട്, തലയടക്കിയത് കൊണ്ട് തലയോടിടം എന്ന പേര് ആ സ്ഥലത്തിന് കിട്ടി. ഒരു സ്വത്രം പറയണേ. അങ്ങനെ ഗോലിയാത്ത് എന്ന് പറയുന്ന തലയോടിടം എന്ന സ്ഥലത്ത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആജീവനാന്ത ശത്രുവായ പിശാചിന്റെ തലയെ തകർത്ത സ്ഥലമാണ്. ഇതിനകത്ത് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പ്രതിയോഗിയായ പിശാചിന്റെ തലയെ തകർത്ത് പോരെ. ഈ കയ്യടി പോലെ ഇന്ന് രാത്രി നിനക്ക് വിരോധമായി ഇന്ന് കൈയെഴുത്തുമായി ഓ റമന രഗതവക്ഷ സന്ദരാജല ഇന്ന് രാത്രി പിശാചിന്റെ തലയെ തകർത്ത് ജയോത്സവം കൊണ്ടാടിയോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. കോട്ടയത്തുള്ളൊരു ഉപദേശി ഈയിടെ പ്രസംഗിച്ചെന്ന് പറഞ്ഞു. ഒത്തിരി ആൾക്കൂട്ടമൊക്കെ ഉള്ള സഭയാണ്. കാൽവറി ഒരു തോൽവിയായിരുന്നു, ഒരു പരാജയമായിരുന്നൊക്കെ പറഞ്ഞെന്ന്. കാൽവറി തോൽവിയാന്ന് റാന്നിന്ന് വണ്ടി ഓടിച്ച് PC ചെറിയാൻ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഇത് തോറ്റോൻ്റെ മാർഗമാണ്, നമുക്ക് വേറെ പണിയില്ല. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞെ, കാൽവറി തോൽവിയല്ല, കാൽവറിയില്ല ജയം മൊത്തം. ക്രൂശില്ലാത്ത
യേശുവും യേശുവില്ലാത്ത ക്രൂശുമൊന്നും സഭയ്ക്കില്ല. സഭയ്ക്കുള്ളത് ക്രൂശിതനായ യേശുവാ. അതുകൊണ്ടല്ലേ കുറിവാക്യം എഴുതിയേക്കുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉലകത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒന്നുണ്ടെങ്കിൽ അത് ക്രൂശിൻ്റെ മാർഗമാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നത്തെ ദൈവത്തെ സ്തുതിക്കുകയാ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ക്രൂശിലാണ് അവൻ സമാധാനമുണ്ടാക്കിയത്. ക്രൂശിലാണ് നമ്മുടെ രക്ഷ ഉറപ്പാക്കിയത്. ക്രൂശിലാണ് വേർപാടിനെ നടിച്ചു വരടിച്ചത്. ക്രൂശിലാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ നിരപ്പാക്കിയത്. ക്രൂശിലാണ് നമ്മുടെ പ്രതിയോഗിയുടെ തലയെ തകർത്ത് ജയോത്സവം കൊണ്ടാടിയത്. ഇന്ന് രാത്രി ക്രൂശ് പോലെ ജയമുള്ള മറ്റൊന്നില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അടിയൊന്നും ഏൽക്കാൻ ആരോഗ്യമുള്ള ആരും ഇവിടെ ഇല്ല കേട്ടോ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു, ഒരു ചലച്ചിത്രം. അതിനകത്ത് രണ്ട് പടയാളികൾ അപ്പുറം ഇപ്പുറം തോപ്പൻ അടിക്കുന്ന ഒരു പടമുണ്ട്. അതിനകത്ത് ഒരടി അബദ്ധവശാൽ യേശുവായിട്ട് അഭിനയിച്ചവരുടെ ദേഹത്ത് കൊണ്ടെന്ന 3 ദിവസത്തേക്ക് മയങ്ങിപ്പോയെന്ന. ഒരടിയേ കൊണ്ടുള്ളൂ, ബാക്കിയെല്ലാം ചലച്ചിത്രമാണ്. സ്തോത്രം. ഒരടി കൊണ്ടപ്പോൾ ഇവൻ 3 ദിവസം വെച്ചാൽ മയങ്ങിപ്പോയി. പിന്നെ 3 ആഴ്ച മരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി അഭിനയിച്ചേ. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും അടി കേൾക്കാൻ പറ്റിയ ഒരാളും ഈ ഭൂമിയിലില്ല. നല്ല സ്തോത്രം ഈ രാത്രി പറയണം. നീ അനുഭവിക്കേണ്ടതെല്ലാം അവൻ കാൽവറിൽ അനുഭവിച്ചത് ഒരു ചെറിയ ശിക്ഷയാണെന്നാരും വിചാരിച്ചു പോകരുത്. നല്ല ഹല്ലേലൂയ പറയണമേ. ഈ മനുഷ്യൻ ക്രൂശീകരണമെല്ലാം കഴിഞ്ഞിട്ട് പതിവിൽ 12 മണിയാകുമ്പോൾ വീട്ടിൽ വരുന്ന മനുഷ്യൻ 12 കഴിഞ്ഞു, വൈകിട്ട് 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു. ഈ മനുഷ്യനെ കാണാനില്ല. ആ ഭാര്യ വളരെ വിഷമിച്ചു. കൊച്ചു കുടിലിനകത്ത് അരണ്ട വെളിച്ചത്തിൽ ഈ അമ്മയും 2 മക്കളും കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. പിള്ളേർ ചോദിച്ചു, അമ്മയെ അപ്പച്ചനെ കാണുന്നില്ലല്ലോ. എൻ്റെ മോനെ അറിയത്തില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവരിങ്ങനെ വ്യാപാരപ്പെട്ടിരിക്കുമ്പോൾ കഥകിനൊരു ചെറിയ മുട്ട്, കഥകൊന്നുമില്ല, ചെറിയ ചെറ്റപ്പേടയല്ലേ, ആ വാതുക്കൽ മുട്ടി. അവർ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. ചോരയിൽ കുളിച്ചൊരു മനുഷ്യൻ നിൽക്കുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ച് ഈ ഭാര്യ കെട്ടിപ്പിടിച്ച് 2 പിള്ളേരും കെട്ടിപ്പിടിച്ചപ്പോൾ ഈ 3 പേരുടെ ദേഹത്ത് ഈ ചോര പറ്റി. വീട്ടിൽ ഒരുത്തൻ്റെ ദേഹത്ത് അബദ്ധം പറ്റിയാൽ ബാക്കി എല്ലാവൻ്റെയും ദേഹത്ത് ഇത് പറ്റും. സ്വത്രം എല്ലാവരും പറഞ്ഞില്ല. ഇന്ന് രാത്രി ഒരുത്തൻ്റെ ദേഹത്ത് പറ്റിയാൽ മതി. സ്വത്രം പറയണം. ഹല്ലേലൂയ. അതല്ലേ ഈ രക്തത്തിൻ്റെ മാത്രം പ്രത്യേകത. ഒരുത്തൻ്റെ എങ്കിലും ദേഹത്ത് പറ്റിയാൽ മറ്റുള്ളവരിലേക്ക് ഇതങ്ങ് പകരപ്പെടുകയല്ലേ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഈ രക്തം ഇവരുടെ 3 പേരുടെയും ദേഹത്ത് പറ്റിയത് കൊണ്ട് പൗലോസ് എഴുതി, ക്രിസ്തുവിൽ പ്രസിദ്ധനായ രൂഫോസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും അമ്മ എൻ്റെ കൂടെ അമ്മയാണ്. കുറേനക്കാരി യഹൂദൻ്റെ അമ്മയായിരുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കുറേനക്കാരനായ ശീമോന്റെ ഭാര്യ അമ്മച്ചി യഹൂദനായി 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ അല്ലെ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച അല്ലെ പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശനായ റോമ പൗരത്വമുള്ള ഗമാലിയലിന്റെ പാതപിട ന്യായപ്രമാണം നന്നായി പഠിച്ച, നീതി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച, പുരോഹിതന്മാരുടെ അധികാരപത്രം കയ്യിലുള്ള സാക്ഷാൽ 480 പരം കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്ന ആ ധന്യനായ മനുഷ്യൻ എഴുതുകയാണ്, അവന്റെ അമ്മ എനിക്കും അമ്മയാണ്. ഇന്ന് രാത്രി നിന്റെ പദവി മാറ്റാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ കാൽവറിയിലെ മാർഗമാ. ഏറ്റെടുക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ചേർന്ന് കരമടിച്ച് ഇന്ന് രാത്രി ഈ മഹാദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പീലാത്തോസ് ക്രൂശീകരണം കഴിഞ്ഞിട്ട് യേശു മരിച്ചെന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ അവനെ മാനസിക രോഗിയാക്കി. അവൻ വിളിച്ചു പറയാൻ തുടങ്ങി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. വീട്ടിലുള്ള മുഴുവൻ വെള്ളത്തിനകത്തും കൈ കഴുകി വെള്ളം തീർന്നപ്പോൾ തൻ്റെ സ്നാനക്കടവിലേക്ക് പോയി താൻ സ്ഥിരമായി നീരാട്ട് നടത്തുന്ന കുളത്തിലെ വെള്ളത്തിൽ കൈ കഴുകാൻ തുടങ്ങി. ഓരോ പ്രാവശ്യം കൈയിട്ട് കൈ നോക്കി പറയും, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കഴുകി 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 ആ വെള്ളത്തിൽ വീണ് മരിച്ചെന്ന ചരിത്രം. അവൻ മരിച്ചപ്പോൾ ആ കസാറ ഒഴിഞ്ഞു. പക്ഷെ ആ കസാറയിൽ കയറിയിരുന്നത് ഈ ശീമോന്റെ ഒരു മകനാ. സ്വത്രം പറയണേ. ഇന്ന് രാത്രി ഈ ക്രൂശിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റാൻ കഴിയുന്നതാ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. വഴി അടഞ്ഞ തലമുറയ്ക്ക് വഴി തുറക്കാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്രൂശിന്റെ മാർഗമോ. ഹല്ലേലൂയ.
നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. സ്നേഹിതരെ, അടുത്ത വാക്യം വേഗത്തിൽ വായിപ്പിക്കട്ടെ. 43-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 43. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്നോ ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, യേശുവിൻ്റെ കൂടെ ഇടത്തും വലത്തുമായി 2 ദുഷ്പ്രവർത്തിക്കാരായ കള്ളന്മാരെ ക്രൂശിച്ചു. അതിലൊരു കള്ളൻ യേശുവിനെ ദൂഷിച്ചു, യേശുവിനെ പരിഹസിച്ചു. നിന്നെ തന്നെ രക്ഷിച്ച് പിന്നെ ഞങ്ങളെ കൂടെ രക്ഷിക്കാൻ പറഞ്ഞു. ഇവൻ ദുഷിക്കുമ്പോൾ ഒരു കള്ളൻ അവനെ സാഹസിച്ചു. എനിക്കൊരു മർമ്മം ഈ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലായത്, നശിക്കാൻ പോകുന്നവൻ ശാസന കേൾക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇവൻ സാഹസിച്ചെങ്കിൽ ഇവൻ കേട്ടില്ല. ഇവൻ രക്ഷപ്പെടാൻ ഒരു കാരണമുണ്ട്. ഇവരുടെ ക്രൂശിൻ്റെ മുകളിൽ റോമൻ ഗവൺമെൻറ് നിയമം അനുസരിച്ച് കുറ്റസംഗതി എഴുതി വെക്കണം. 2 പേരുടെ മുകളിൽ എഴുതി വെച്ചു ദുഷ്പ്രവർത്തിക്കാർ. യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ എഴുതി ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഇന്ന് രാത്രി എൻ്റെ തലയുടെ മേളിലും ഒരു എഴുത്തുണ്ട്. പക്ഷെ മേളിൽ കണ്ണില്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ ഒക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇരിക്കുന്നവരെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. സ്തോത്രം. എല്ലാവരുടെയും തലയ്ക്കും മേളിലൊരു ഉണ്ട്. അത് നമുക്ക് വായിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ വായിച്ച് അതും ഇതൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. സ്തോത്രം. ആരും പറയുന്നില്ല. ഹല്ലേലൂയ. നീ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നിൻ്റെ മണ്ടയ്ക്ക് ഒരു എഴുത്തുണ്ടെന്ന്. സ്തോത്രം. അപ്പം ഇവൻ്റെ മണ്ടയ്ക്കത്തെ അറിയാതെ ഇവനെ ദൂഷിക്കുന്നതെങ്കിലും മറ്റവന് കിടന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ 2 എഴുത്ത് വായിച്ചു. ഒന്ന് ഇവൻ്റെ കൂട്ടുപ്രവർത്തകൻ്റെ മണ്ടയ്ക്ക് എഴുതിയേക്കും ദുഷ്പ്രവർത്തിക്കാരൻ. 2 പേരുടെ ശിക്ഷ ഒന്നായതുകൊണ്ടും കുറ്റം ഒന്നായതുകൊണ്ട് അവന് മനസ്സിലായി അത് തന്നെ എൻ്റെ മണ്ടയ്ക്കും ഉണ്ടെന്ന് മനസ്സിലായി. 2 യേശുവിൻ്റെ വായിച്ച് യഹൂദന്മാരുടെ രാജാവ്. അവൻ പറഞ്ഞു, കർത്താവേ നീ രാജാവാകും. അന്ന് എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. ഒരു പെരുങ്കള്ളനെയും കള്ളിയും കൂടെ ചവിട്ടി ഇറക്കി ഗേറ്റ് അടച്ചാണ് പറുദീസ അടച്ചത്. പകരം ഒരു കള്ളനെ ചവിട്ടി കയറ്റിയാ പറുദീസ ഓപ്പൺ ആക്കി. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്ത ലംഘനം കാണിച്ച ഒരാദമിനെ ഔവയെ ഇറക്കി. അന്ന് വരെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു. ഏതിന് സെക്യൂരിറ്റി? പറുദീസയ്ക്ക് സെക്യൂരിറ്റി വെച്ചത് അന്നും തൊട്ടാ. ഒറ്റ വാതിലേ ഉള്ളായിരുന്നു. അന്നും ഉള്ളൂ, ഇന്നും ഉള്ളൂ. ഈ വാതില് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലൂലു സെൻറ്ററിൽ പാനും ഷോപ്പിംഗ് നടത്താനൊന്നുമല്ല. യഹോവയായ ദൈവത്തിന് തോട്ടത്തിൻ്റെ ഉടമസ്ഥന് വരാനും പാനുമായിരുന്നു. സ്തോത്രം പറഞ്ഞില്ല. തോട്ടത്തിന് വെച്ചാൽ ഒറ്റ വാതിലേ ഉള്ളൂ. അത് തോട്ടത്തിൻ്റെ ഉടമസ്ഥന് വരാനും പോകാനോ. ബാക്കി മുഴുവൻ കെട്ടി അടച്ച തോട്ടമാണ്. അന്നും ഇന്നും സഭ കെട്ടി അടച്ച തോട്ടമാണ്. സ്തോത്രം. അപ്പം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് 2 കാര്യം സംഭവിച്ചു. തേജസ്സും ബഹുമാനവും അഴിഞ്ഞുപോയി. തേജസ്സും ബഹുമാനവും അഴിഞ്ഞു പോയപ്പോൾ ഇവൻ്റെ ആത്മാവ് മരിച്ചു. ആത്മാവ് മരിച്ചപ്പം ദേഹം ബലഹീനമായി. ദേഹം ബലഹീനമായപ്പം ദേഹി വഷളായി. ഇതാ സംഭവിച്ചത്. സ്തോത്രം. ദേഹം ബലഹീനമായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ആത്മാവ് മരിക്കും മുമ്പേ ആദാമിൻ്റെ മുന്നേ സകല ജീവജാലങ്ങളെ വിട്ടു. ഭയങ്കര ആന തുമ്പിക്കൈയൊക്കെ വെച്ച് ഇങ്ങോട്ട് വന്നു. വലിയ കൊമ്പൊക്കെ ആട്ടി ചെവിയൊക്കെ ആട്ടി. ആദമിനെ കണ്ടപ്പം തുമ്പിക്കൈ തന്നെ താത്തു. കൊമ്പിൻ്റെ ആട്ടവും നിർത്തിയിട്ട് പറഞ്ഞു, പേരിടാമേ, ഞാൻ അങ്ങ് പൊക്കോളായിരുന്നു പറഞ്ഞു. സ്തോത്രം. ആദാം പേടിച്ച് നല്ല ആന പേടിച്ചു. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ കുഞ്ചിരോമൊക്കെ ഇളക്കി ഇങ്ങോട്ട് വന്ന സിംഹം ആദാമിൻ്റെ മുന്നേ വന്നപ്പോൾ കുഞ്ചിരോമെല്ലാം ഒതുങ്ങിട്ട് പറഞ്ഞു, പേരിടാമേ അങ്ങ് പൊക്കോളായിരുന്നു. അവിടെ വന്ന് നിൻ്റെ പേര് സിംഹം, പൊക്കോളാൻ പറഞ്ഞു. ഹലോ. അങ്ങനെ പോയ പുള്ളി ഇപ്പം വാതൊക്കെ കാലച്ച് കിട്ടപ്പം വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ എഴുതിയേക്കുന്നേ. കാലൊച്ച കേട്ടപ്പം. അപ്പം ആത്മാവ് മരിച്ചപ്പം ദേഹം എന്തായി? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നമുക്ക് പാലക്കാട്ട് ഒരു കാലച്ച് പോലും വേണ്ട, തേക്കിൻ്റെ ഇല വീണാൽ മതിയല്ലോ. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. 2-3 കാര്യമൊക്കെ ഒന്നിച്ച് പെരയ്ക്കകത്ത് നമ്മൾ സാധിച്ചു കളയും. ദേഹം ബലഹീനമായി. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുവരെ കാവലില്ല. കാവലാക്കാൻ കാരണം
പാപം ചെയ്ത് ആത്മാവ് മരിച്ച് തേജസ് നഷ്ടപ്പെട്ട് നഗ്നനായ പുള്ളി നാളെ ഏതേലും പാവപ്പെട്ടവന് പ്രയോജനം വരേണ്ട നല്ലൊരു അത്തിയുടെ ഇലയെല്ലാം കൂടെ അങ്ങ് പറിച്ചു. സ്തോത്രം. എന്നിട്ട് അച്ചായന് പാൻറ്റും ജൂബായും തയ്ച്ചു, അമ്മാമ്മ ചുടിദാറും തയ്ച്ചു. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് മരത്തിന് മറഞ്ഞു. ഇവൻ ധരിച്ചത് ഏത് പാപം ചെയ്താലും മറയാൻ പറ്റിയ സ്ഥലമാണ് ഏതെന്നാ. നിങ്ങൾ മിണ്ടുന്നില്ല. നീ മറഞ്ഞു. ഏതിനകത്തെ ഇലയൊക്കെ പറിച്ചുകൊടുത്ത് നീ വിശ്വാസിയായിട്ടോ കമ്മിറ്റിക്കാരനായിട്ടോ സെക്രട്ടറി ആയിട്ടോ പാസ്റ്ററായിട്ടോ സെൻറ്ററായിട്ടോ പ്രസിഡൻ്റായിട്ടോ സൂപ്രണ്ടായിട്ടോ ഒക്കെ ഇരുന്നോ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുന്നത് വരെ നടക്കും. മിണ്ടുന്നില്ല. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വന്ന കുഞ്ഞെ നീ കൈയോടെ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ട നിന്നെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കും. അതുവരെ നിനക്ക് ഇവിടെ ഒളിക്കാനൊക്കത്തുള്ളൂ. ഏതെങ്കിലും പാപം ചെയ്തിട്ട് എങ്ങാണ്ട് പോയി കച്ചവടം ചെയ്ത് ഇച്ചിരി പൈസയോ, റിയൽ എസ്റ്റേറ്റ് നടത്തി ഇച്ചിരി കാശോ, അല്ലെങ്കിൽ വീട് കച്ചവടം നടത്തി ഇച്ചിരി പൈസയോ, അല്ലെങ്കിൽ കല്യാണ ബ്രോക്കറായിട്ട് ഇച്ചിരി കാശോ, വണ്ടി കച്ചവടം ചെയ്ത കാശോ, അല്ലെങ്കിൽ ഗൾഫിൽ പോയി പാവങ്ങൾക്ക് അറബികളെ തട്ടിച്ച കാശോ കൊണ്ടുവന്നിട്ട് ഇവിടെ പുത്തൻ മടിശീല ഉണ്ടാക്കി ഒരു സ്റ്റേജ് ഉണ്ടാക്കിയോ ഹോൾ ഉണ്ടാക്കിയോ കൊടുത്തിട്ട് അകത്ത് മറയാമെന്ന് ഏതെങ്കിലും പുള്ളികൾ ധരിച്ചാൽ തൽക്കാലം മറഞ്ഞു. പക്ഷേ യജമാനം വരുമ്പോൾ നിന്നെ കൈയോടെ പൊക്കും. സന്തോഷമുണ്ടെങ്കിലേ കരമടിച്ച് ആരാധിക്കാവൂ. ഇന്ന് രാത്രി ആത്മാവ് ജനത്തെ വിവേചിച്ച് ദൂത് കൈമാറുകയാ. പാപം ചെയ്തവന് മറയാനുള്ള സ്ഥലമല്ല സഭയായ തോട്ടം. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. നമ്മളായിരുന്നേ പഴം പറിച്ച് തുണിയെല്ലാം കൂടെ പോയപ്പോൾ സാക്ഷിയിൽ നിന്ന് 3 ആഴ്ച വിലക്കിയനെ. മിണ്ടുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ ശിക്ഷ 3 ആഴ്ച സാക്ഷിയിൽ നിന്ന് വിലക്കുക. സ്തോത്രം. ഹലോ. അതീ കൂടുതൽ ചെയ്താൽ അച്ചാനല്ല അടിച്ചുള്ളൂ, വെള്ളം അടിച്ചുള്ളൂ. അമ്മാമ്മ പാവമല്ലേ, അമ്മാമ്മയല്ലേ മാസയോതിലൊക്കെ വന്നാൽ ഉറക്കെ പ്രാർത്ഥിക്കുന്നേ. അതുകൊണ്ട് വേരോടെ പറിച്ചാൽ നല്ലതൂടെ പോമെന്നല്ലേ കർത്താവ് പറഞ്ഞ്. ഇരിക്കട്ടെ. ഇരുന്നോ? അന്തരീക്ഷം എല്ലാം പോയല്ലോ. മനസ്സിലാകുന്നുണ്ടേ? എന്നെ വെറുതെ വിട്ടെ. 3 പെൺപിള്ളേരുടെ അപ്പനാ, ഉപദ്രവിക്കല്ലേ. ഹലോ. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരും കുഞ്ഞെ. വെയിലാറാത്ത താമസം. പിന്നെ വെയിലാറിയാൽ അവൻ വരുവച്ച അന്ന് സകല തോട്ടത്തിൽ മറഞ്ഞേക്കുന്ന പുള്ളികളെയും പൊക്കും. ഇപ്പോൾ അത്തിയിലയുടുത്ത് നഗ്നത മറച്ചൊക്കെ നീ ഒരു പരുവത്തി മരത്തിന് മറഞ്ഞു. പക്ഷേ പൊക്കുന്ന ഒരുത്തൻ വരുന്നുണ്ട്. ഞാൻ ഈ രാത്രി ആത്മാവി ദൂത് വിളിച്ചു പറയുകയാ. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാനും സുഖിപ്പിക്കാനും വന്നതല്ല. ഇന്ന് രാത്രി വിധിക്കുന്ന ഒരുത്തൻ വരുന്നുണ്ടെന്ന് പറയാൻ വന്നതാ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു. അധികം നാൾ മുൻപോട്ട് പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ഇപ്പം നിനക്ക് സൈഡ് പറയാനും പക്ഷം പറയാനും നിനക്ക് വേണ്ടി വാട്സപ്പ് കൈകാര്യം ചെയ്യാനും ഒക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്യാൻ ആൾ കാണും. പക്ഷെ പൊക്കുന്നവൻ വരുമ്പോൾ നിന്നെ പിടിച്ചു വെളിയിലിറക്കും കുഞ്ഞെ. ഇവനെ ഇറക്കി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ മനസ്സിലായി ഇങ്ങനത്തെ പുള്ളിയെല്ലാം കയറി ഒളിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി, മിന്നുന്ന വാളുമായി കെരൂബിനെ. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഊരിപ്പിടിച്ച മിന്നുന്ന വാളുമായി കെരൂബിനെ കാവൽ നിർത്തിയത് പാപം ചെയ്ത് ഒരുത്തരും അകത്ത് കയറി വിലസരുത്. സഭ വിശുദ്ധമാ. വിശുദ്ധനായത് നീ വെള്ളയും ഇട്ടുകൊണ്ടല്ല, വിശുദ്ധന്റെ രക്തമൊഴുക്കി വീണ്ടെടുത്തത് കൊണ്ടാ. ഇന്ന് രാത്രി വിശുദ്ധന്റെ രക്തമൊഴുക്കി വീണ്ടെടുപ്പ് പ്രാപിച്ചവരൊക്കെ അഭിമാനത്തോടെ കരമൊന്നടിച്ച് ആത്മാവി ദൈവത്തെ സ്തുതിച്ച് സഭ വിശുദ്ധമാ. ഇന്ന് രാത്രി ഒരാഴമായ ദൈവകൃപയുടെ പകർച്ച ഈ ജനത്തിന് മേൽ ദൈവം പകരുകയാ. ഒരു വിശുദ്ധിയുടെ പകർച്ച ദൈവം ഈ രാത്രി പകരുകയാ. ഏറ്റെടുക്കുന്നവർ ശക്തിയോടെ. നിങ്ങൾ നോക്കിക്കേ, നടുവിൽ ക്രിസ്തു രക്ഷകൻ, കൈയെത്തുന്ന അകലത്തിൽ രക്ഷകൻ കിടക്കുകയാ. ഈ ക്രൂശ് ഒന്ന് ആടിയാൽ രക്ഷകനെ മുട്ടുകയാ. സ്വന്തം കണ്ണുകൊണ്ട് രക്ഷകനെ നേരിട്ട് കാണുകയാ. രക്ഷ നേരിട്ട് കണ്ടിട്ടും
രക്ഷ കൈയെത്തുന്ന അകലത്തിൽ കിടന്നിട്ടും ഒരുത്തൻ രക്ഷപ്പെടാൻ കഴിയാതെ രക്ഷകനെ ദുഷിച്ച് ക്രൂശിനെ നിന്ദിച്ച് നേരെ നരകത്തിലോട്ട് പോയി. മറ്റവൻ കൈയെത്തുന്ന അകലത്തിൽ കിടക്കുന്ന സ്വന്തം കണ്ണുകൊണ്ട് കണ്ട രക്ഷകനെ തന്റെ രാജാവായി അംഗീകരിച്ചിട്ട് നേരെ പറുദീസയിൽ പോയി. ഒരല്ലേലൂയ പറയണമേ. ഇത് കണ്ടിട്ട് ധന്യനായ പൗലോസ് എഴുതി, ഈ ക്രൂശിന്റെ മാർഗം നശിച്ചു പോകുന്നവന് ഭോഷത്വമാ, രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്ക് ദൈവശക്തിയാ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ക്രൂശ് നശിച്ചു പോകുന്നവന് ഭോഷത്വമാ. ഹല്ലേലൂയ. തീർന്നില്ല. അടുത്ത വാക്യം വായിച്ച മക്കളെ. അതിന് 47 വാക്യം വായിച്ചാണ്. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നല്ല ഹല്ലേലൂയ പറഞ്ഞു. ചാട്ടവാറിനടിക്കാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ. യേശുവിൻ്റെ രക്തം 4 സന്ദർഭങ്ങളിലായി 7 ഇടത്ത് ഒഴുകി. ഒന്നാമതായി രക്തം മുഴുവൻ ഒഴുകിയ സ്ഥലം ഗദസമന തോട്ടമാണ്. ഗദസമന തോട്ടത്തിൽ വെച്ചാണ് മനുഷ്യവർഗത്തിൻ്റെ പാപം, മനുഷ്യവർഗത്തിൻ്റെ ശാപം, മനുഷ്യവർഗത്തിൻ്റെ രോഗം 3 യേശുവിൻ്റെ മേൽ ചുമത്തപ്പെടുന്നത്. പാപവും ശാപവും രോഗവും ചുമത്തപ്പെട്ടപ്പോൾ അവൻ്റെ രക്തധമനികൾ പൊട്ടി. മുഴുവൻ രോമകൂപങ്ങളിൽ കൂടെയും വലിയ രക്തത്തുള്ളികൾ വേർപ്പ് തുള്ളിയായി തോട്ടത്തിൽ വീണു. രക്തം ചൊരിയാൻ തുടങ്ങിയത് ഗദസമനയിലാണ്. അത് മനുഷ്യൻ്റെ ചാട്ടവാറിൻ്റെ അടികൊണ്ടല്ല. മനുഷ്യൻ്റെ മുഴുവൻ പാപം പുത്രൻ്റെ മേൽ, പാപമില്ലാത്തവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ, ശാപം മുഴുവൻ അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ, നമ്മുടെ സകല രോഗങ്ങൾ അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ, ഏതൻ തോട്ടത്തിൽ വെച്ചാണ് മനുഷ്യൻ പാപിയായി മരണത്തിനടിമയായെങ്കിൽ മറ്റൊരു ഗദസമന തോട്ടത്തിൽ വെച്ച് ആ പാപം തിരികെ പിടിച്ചു. ഈ രാത്രി സ്തോത്രം ചെയ്യണമേ. ഹല്ലേലൂയ. മനുഷ്യൻ ഒരു മരത്തിനാണ് പാപം ചെയ്ത് മറഞ്ഞതെങ്കിൽ മറഞ്ഞുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ യേശു ആ മരത്തെ തന്റെ ശരീരം കൊണ്ട് മറച്ചു. സ്തോത്രം പറയണേ. ക്രൂശ് എന്താണെന്നറിയാമോ? മരത്തിന് മറഞ്ഞുപോയ മനുഷ്യനെ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ഏത് മരം മനുഷ്യനെ മറച്ചോ ആ മരത്തെ തൻ്റെ ശരീരമാകുന്ന തിരശീല കൊണ്ട് മറച്ചിട്ട് മറഞ്ഞുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച ലോകത്തിലെ ഏക മാർഗമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ മാർഗമാ. ഏറ്റെടുക്കുന്ന പരിരാത്രി സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് മറഞ്ഞുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചത് ക്രൂശ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് സണ്ണി അലക്സാണ്ടർ പാഷയുടെ സെൻറ്ററിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അനേക വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ രാജാവ് ഭരിക്കുന്ന കാലത്ത് തൻ്റെ 7 വയസ്സുള്ള മകനെ രാവിലെ കളിപ്പിക്കാൻ 2 അംഗരക്ഷകർ രാജകൊട്ടാരത്തിൻ്റെ പുറത്തൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നല്ല ഫ്ലവർ സ്റ്റാൻഡുകൾ കളിമണ്ണ് ഉണ്ടാക്കി ഉണങ്ങാൻ വേണ്ടി വെയിലത്തോട്ട് വെച്ചപ്പോഴായി ഈ കൊച്ചനെയും കൊണ്ട് നടക്കാനിറങ്ങി. മനോഹരമായ ഡിസൈനുള്ള ഈ പാത്രം കണ്ടപ്പോൾ, മൺപാത്രം കണ്ടപ്പോൾ ഈ കുഞ്ഞ് ഓടിച്ചെന്ന് ഈ 2 കൈ കൊണ്ടും ഇതിലൊരു പിടിപിടിച്ചു. ഉണങ്ങുന്നതിന് മുമ്പാണ്ട് ഈ 2 കൈപ്പത്തിയും കൂടെ അതിലോട്ട് അങ്ങ് പതിഞ്ഞു. പെട്ടെന്ന് അംഗരക്ഷകൻ കുശവനോട് സോറി പറഞ്ഞു. നമ്മുടെ രാജാവിൻ്റെ മോൻ അടുത്ത രാജാവാകേണ്ടവൻ അബദ്ധം പറ്റിയതാ, അവൻ ഒരു കുഴപ്പവും ഇല്ല, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ബുദ്ധിമാനായ കുശവൻ ഈ കൊച്ചനെയും കൊണ്ട് പോയ പുറകെ തൻ്റെ കൈ കൊണ്ട് അടിയിൽ എഴുതി വെച്ചു, മഹാരാജാവിൻ്റെ മകൻ്റെ കൈ പതിഞ്ഞ കലം. സ്തോത്രം. കലം ഉണങ്ങി വിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ വന്നു. വേറെ 100 കണക്കിന് കലമുണ്ട്. ആകെ ഒരു കലം വിറ്റാൽ കിട്ടുന്ന 1/2 പൗണ്ടാണ്. 1/2 പൗണ്ട് മാത്രം വിലയുള്ള മൺകലങ്ങളുടെ കൂട്ടത്തിൽ മിന്നൽ ഈ കലം വെച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ അനൗൺസ്മെൻറ്റ് തുടങ്ങി, മഹാരാജാവിൻ്റെ മകൻ്റെ കൈ പതിഞ്ഞ കലം വിൽപ്പനയ്ക്കുണ്ട്. ആളുകൂടി. വില മാറി ലേലമായി. ലേലം പോയി 800 പൗണ്ടിനാണ് ലേലം നിർത്തിയത്. 1/2 പൗണ്ട് വിലയുള്ള മംഗലത്തിന് 800 പൗണ്ട് വിലയായതിൻ്റെ ഏക യോഗ്യത
അർഹതയില്ലാത്ത മൺകലത്തേൽ മഹാരാജാവിൻ്റെ മോൻ്റെ കൈ പതിഞ്ഞെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഷേപ്പില്ലാത്ത എന്നെ നിന്നെ മാന്യനാക്കിയത് അർഹതയില്ലാത്ത നിന്റെ മേൽ മഹാരാജാവിൻ്റെ മകൻ്റെ കൈ പതിഞ്ഞതാ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ആ കരം നിന്റെ മേൽ വന്നതാ നിന്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉയർച്ചയ്ക്ക് കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഇന്ന് രാത്രിയിൽ വിലയില്ല, ഒന്നിനും കൊള്ളത്തില്ല, മണ്ടന, കരുതയ എന്നൊക്കെ ലോകം പറയട്ടെ. ഭാഷയില്ല, പരിജ്ഞാനമില്ല, അറിവില്ല, അല്പബുദ്ധിയ പറഞ്ഞോട്ടെ. നീ കൃപ വരാമോ? ഹല്ലേലൂയ. അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന എൻ്റെ ദൈവം നിന്നെ നിമിഷങ്ങൾ കൊണ്ട് ഉയർത്താൻ മതിയായവനാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താം. 1860 മുതൽ 1935 വരെ ജീവിച്ചിരുന്ന യൂറോപ്പിലെ ഒരു ചെരുപ്പുകുത്തിയുടെ മകൻ. കണ്ടാൽ ഒരു യൂറോപ്യന്റെ യാതൊരു സൗന്ദര്യവും ഇല്ല. പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ, ഷെയ്പ്പില്ലാത്ത മുഖം, ഷെയ്പ്പില്ലാത്ത കൈ. പക്ഷെ അവൻ്റെ 20ാമത്തെ വയസ്സിൽ ഉള്ളത്തി ദൈവം ഇടപെട്ടു. ദൈവം പറഞ്ഞു, നീ എൻ്റെ വേല ചെയ്യണം. അവൻ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമില്ല, സൗന്ദര്യമില്ല, പേഴ്സണാലിറ്റി ഇല്ല, കുഴപ്പമില്ല, നിന്നെ ഞാൻ ഉപയോഗിക്കും. ഇവൻ ആ വാക്ക് കേട്ട് എഴുന്നേറ്റ് നേരെ പോയത് അക്കാലത്ത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാൽവേഷൻ ആർമി എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ തലവൻ പാർക്കുന്ന വീട്ടിൽ വില്യം ബൂത്തിന്റെ വീട്ടിൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഷൗമേൽ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഈ കൊച്ചു ചെറുക്കൻ വില്യം ബൂത്ത് എന്ന വലിയ മനുഷ്യന്റെ കൊട്ടാര സദൃശ്യമായ വീടിന്റെ വാതിൽക്കൽ ചെന്ന് വാതിൽ മുട്ടി. വില്യം ബൂത്ത് ഇറങ്ങി വന്നു. നിനക്കെന്തു വേണം? ഒരു പിച്ചക്കാരനാന്ന് വിചാരിച്ച്. അവൻ പറഞ്ഞു, ഞാൻ ഒരു ചെരുപ്പ് കുത്തിയുടെ മോനാണ്. ഉടനെ പറഞ്ഞു, ഇവിടെ ചെരുപ്പ് കുത്താനൊന്നുമില്ല. ഉടനെ പറഞ്ഞു, അതിനല്ല വന്നത്, ഞാൻ യേശുവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്നെയാണോ യേശുവിൻ്റെ വേലയ്ക്ക്? ഇവിടെ എങ്ങും വേലയില്ല, പൊക്കോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, സാറേ അങ്ങനെ നീ ആട്ടിവിടരുത്, നീ ഇവിടെ എന്തെങ്കിലും ഒരു വേലതാ, ഞാൻ നിനക്ക് വേണ്ടി അത് കർത്താവിന് വേണ്ടി ചെയ്തോളാം. ഇവനങ്ങ് പോട്ടെന്ന് വിചാരിച്ചു പറഞ്ഞു, എൻ്റെ സ്റ്റാഫുകളുടെ ഷൂ പോളിഷ് ചെയ്യുന്ന പണി തന്നേക്കാം, നീ ആ ഷൂ പോളിഷ് ചെയ്ത് സോക്സ് മലക്കി ആ മുറി താമസിച്ചോണം, അവിടെ ആഹാരം കിട്ടും, വെളി വന്നേക്കല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ദീർഘമായ 16 വർഷങ്ങൾ സോക്സിൻ്റെ നാറ്റമുള്ള, മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ഷൂവിൻ്റെ നാറ്റമുള്ള മുറിക്കകത്ത് ഈ ഷൗമേൽ ഫ്രാങ്ക്ലിൻ ഷൂ പോളിഷ് ചെയ്ത് സോക്സ് അലക്കി നാറുന്ന മുറിയിൽ 16 വർഷം കൊടുത്തി ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നു. ഷൂ പോളിഷ് ചെയ്യുന്ന സമയം കഴിഞ്ഞ് ബാക്കിയെല്ലാം പുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും, പുസ്തകം വായിക്കും. സ്തോത്രം. ഒരിക്കൽ പോലും ഈ മനുഷ്യൻ എന്ത് ചെയ്യാമെന്ന് വില്യം ബൂത്ത് തിരക്കിയിട്ടില്ല. അദ്ദേഹം വിചാരിച്ച ഈ ഷൂവിൻ്റെ എല്ലാം കൂടെ നാറ്റം വന്ന് ഇവൻ പോയി കാണുമെന്ന. സ്തോത്രം. 16ാമത്തെ വർഷം സാൽവേഷൻ ആർമിയുടെ ലോകം മുഴുവനുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന വലിയ കൺവെൻഷൻ നടക്കുകയാണ്. 50,000 സീറ്റ് തന്നെയുണ്ട്. 50,000 സീറ്റ് നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ്. ഇത്രയും ആളുകളുടെ യോഗത്തിൽ ലോകത്തിലെന്നറിയുന്ന ഏറ്റവും പ്രസിദ്ധരായ പ്രസംഗകരെ വിളിച്ച് പ്രസംഗങ്ങൾ നടക്കുന്ന 6 ദിവസം ഭയങ്കര പ്രസംഗം. 7ാമത്തെ ദിവസം പ്രസംഗൻ അറിയിച്ചു വരുവാൻ കഴിയത്തില്ല. വില്യം ബൂത്ത് ആകെ ഭാരപ്പെട്ട് ഓടിച്ചെന്ന് പ്രാർത്ഥനാ മുറി മുട്ടുമടക്കി ഏങ്ങലടിച്ച് കരഞ്ഞു, കർത്താവേ ഇത് അവസാന രാത്രിയാണ്, പ്രസംഗകൻ വന്നിട്ടില്ല, ഞാൻ എന്തു ചെയ്യും? ശാന്തമായി സ്വർഗം പറഞ്ഞു, നിന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന മുറി 16 വർഷമായി അടച്ചിട്ടിരിക്കുന്ന ഒരു ഷൗമേൽ ഫ്രാങ്ക്ലിനുണ്ടല്ലോ, അവൻ ഈ രാത്രി പ്രസംഗിക്കും. വില്യം ബൂത്ത് പറഞ്ഞു, ഷൗമേൽ ഫ്രാങ്ക്ലിൻ പ്രസംഗിക്കുമെന്നോ? അത് പറയുമ്പോഴേ അവൻ തലകറങ്ങി വീഴും. ഹല്ലേലൂയ. ഇല്ല, നീ ചെന്ന് പറയാൻ പറഞ്ഞു. വില്യം ബൂത്ത് മനസ്സില്ലാ മനസ്സോടെ ആദ്യമായിട്ട് 16 വർഷങ്ങൾക്ക് ശേഷം ഈ ഷൂവിൻ്റെ റൂമിൽ ചെന്ന് വാതിൽ മുട്ടി. അവൻ വാതിൽ ചിരിച്ചുകൊണ്ട് തുറന്നു. നിങ്ങളുടെ കൂട്ട് മുഖം പാടിയിട്ടില്ല. സ്തോത്രം. അവൻ ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. അവൻ പറഞ്ഞു, അയ്യോ സാറെന്തിനാ ഇങ്ങോട്ട് വന്ന് വിളിച്ച, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, നീ ഇന്ന് രാത്രി പ്രസംഗിക്കണമെന്ന് കർത്താവിനോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവൻ പുറകോട്ട് മയങ്ങി വീഴുമെന്ന് വില്യം ബൂത്ത് വിചാരിച്ചേ. അവൻ പറഞ്ഞു, ഓക്കെ സാറേ ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അയ്യോ ഇവൻ ഞെട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഒരു സൂട്ടൊക്കെ തയ്യാറാക്കി, ഷൂ ഒക്കെ തയ്യാറാക്കി ഇവനെ ഒരു പരുവത്തിൽ ഒരുക്കി ഈ വലിയ സദസ്സിൽ പ്രസംഗിക്കാൻ കൊണ്ടുപോയല്ലേ, അതിൻ്റെ മാന്യത വില്യം ബൂത്തിന് വേണ്ടേ. അതുകൊണ്ട് ആ നിലയിൽ ഇവനെ ഒരുക്കി റെഡിയാക്കിക്കൊണ്ട് സ്റ്റേജെ നിർത്തി. അവൻ എഴുന്നേറ്റ് നിന്നു. 50,000 സീറ്റുകൾ നിറഞ്ഞിരിക്കുന്നു, ചുറ്റും ആളുകൾ നിൽക്കുന്നു. വലിയ സദസ്സിനെ നോക്കി പറഞ്ഞ് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
3 മിനിറ്റും 4 സെക്കൻഡും പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നപ്പോൾ കസാറയിൽ ആരുമില്ല. ശൗമേൽ പ്രാങ്കലും വിചാരിച്ചു പ്രസംഗിക്കുന്നതിന് മുമ്പേ ആളെല്ലാം പോയല്ലോ, സ്തോത്രം എന്ന് വിചാരിച്ച് ഒന്നും കൂടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഞരക്കവും ഏങ്ങലടിയും കേൾക്കാം. എന്താണെന്നറിയാൻ നോക്കുമ്പോൾ 50,000 സീറ്റിലെ ആളുകൾ നിലത്ത് കിടപ്പുണ്ട്. അത്രയും പേരും പാപബോധമുണ്ടായിട്ട് ഏങ്ങലടിച്ച് കരയുകയാണ്. 6 ദിവസം മാന്യന്മാർ പ്രസംഗിച്ചപ്പോൾ പാപബോധം ഉണ്ടായില്ല. പക്ഷേ ശൗമേൽ പ്രാങ്കലിൻ പ്രസംഗിച്ചില്ല, 3 മിനിറ്റ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. 3 മിനിറ്റ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ ഭയങ്കര പാപബോധമുണ്ടായി. അന്ന് രാത്രി കൂട്ടമായ മാനസാന്തരമുണ്ടായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ സമയം വരുമ്പോൾ നിന്നെ ലോകം കാണുക ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഈ രാത്രി ഏറ്റെടുക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ആ കരവന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാ. നിങ്ങൾക്കറിയാമോ, 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വില്യം ബൂത്ത് മരിച്ചു. വില്യം ബൂത്ത് മരിച്ചപ്പോൾ 167 പേരുള്ള വലിയ അന്തർദേശീയ കൗൺസിൽ കൂടി അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ. തെരഞ്ഞെടുപ്പിന് വേണ്ടി 167 ലോകരാഷ്ട്രങ്ങളിലെ സാൽവേഷൻ ആർമിയുടെ നേതാക്കന്മാർ നിരന്നിരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി പറഞ്ഞ് ഇലക്ഷൻ വേണ്ട, നമുക്കിനി ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ശൗമേൽ പ്രാങ്കലിനായിരിക്കും. മരിക്കുന്നത് വരെ തുടർന്ന് സാൽവേഷൻ ആർമിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. ഒരു ചെരുപ്പ് കുത്തിയെ ഉയർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവനെ, കരയുന്നവനെ, ലോകം നിന്നെ നിന്ദിക്കട്ടെ, ലോകം വിടക്കെന്നെണ്ണട്ടെ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയട്ടെ, പക്ഷേ കരയാനും പ്രാർത്ഥിക്കാനും വിശ്വസ്തത പാലിപ്പാനും നിനക്ക് ഈ രാത്രി ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഉയർത്താൻ യേശു മതിയായവനാ. അത് പറഞ്ഞപ്പോൾ പരിശ്രമിച്ച ഒരാളെ പരിചയപ്പെടുത്താതെ പോകുന്നത് ശരിയല്ലല്ലോ. ഈ പുസ്തകത്തിൽ 13,680 ദിവസം ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച മനുഷ്യനുണ്ട്. യേശു അവനെ കണ്ടു. 38 വർഷമെന്ന് എഴുതിയേക്കുന്നത്. യഹൂദൻ്റെ ഒരു വർഷം 360 ദിവസമാണ്. അവൻ്റെ ഒരു മാസം 30 ദിവസമാണ്. 4 ശബത്തുള്ള 7 ആഴ്ച, 7 7 28, ഒരു അമാവാസി, ഒരു പൗർണമി 30, അങ്ങനെയുള്ള 12 മാസം 360 ഗുണം 38 13,680. ഇത്രയും ദിവസം ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഒരു ഉപദേശി നാളെ പ്രസംഗിച്ച് നിരങ്ങിയായിരുന്നു വീണേ. അങ്ങനെ നിരങ്ങുമൊന്നുമല്ല, അവൻ ചെന്നെന്നാ. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോഴെല്ലാം ഞാൻ ചെല്ലും. ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പേ മറ്റൊരാൾ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഇവൻ ചെന്നെന്നാ. ഹലോ, നമ്മളോട് 7 ദിവസം ഉപവാസം കഴിഞ്ഞ് മാറിയെന്നല്ല, ഒരു 40 ഇരുന്നേച്ച് മുങ്ങിയെന്നല്ല. 13,680 ദിവസം ഒറ്റ പിടിച്ചതിന് ഇവൻ ചെന്നു. ഇവൻ ചെല്ലുന്നതിന് മുമ്പ് ഇന്നലെ ചക്ക പറിക്കാൻ കയറിയപ്പോൾ താഴെ വീണ് കാലൊടിഞ്ഞോ വന്നു. അവന് ദൂതൻ ഇറങ്ങിയപ്പോൾ ചാടി അങ്ങോട്ട് ഇറങ്ങി സൗഖ്യമായിട്ട് അവൻ പോയി. തെങ്ങിൻ്റെ ചവിട്ടി കൂടെ പോയപ്പോൾ തേങ്ങ തലേ വീണോ വന്ന് തലയോട്ടി പൊട്ടി. അവന് ദൂതം വന്നപ്പോൾ ഇറങ്ങി, അവൻ സൗഖ്യമായിട്ട് പോയി. നിങ്ങളുടെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഈ തേങ്ങ തലേ വീണ് തലയോട്ടി പൊട്ടി വന്നവനും സ്പൂണിനകത്ത് വെള്ളം കോരി കൊടുക്കാൻ അമ്മാമ്മ കൂടെ ഉണ്ട്. പക്ഷേ 38 വർഷം ഇവൻ്റെ കൂടെ ആരുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ്റെ ഏറ്റവും വലിയ വിഷയം ഒന്ന് വെള്ളം കോരിത്തരാൻ പോലും എനിക്കാരും ഇല്ല. ഈ ചെന്നപ്പോഴൊക്കെ ഈ സൗഖ്യമായ ഏതെങ്കിലും തെളിയിടാൻ പോലും എൻ്റെ കൂടെ ആരും ഇല്ല എന്ന് പറഞ്ഞവനെ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, ആരും വന്നില്ലേലും 13,680 ദിവസം നീ പരിശ്രമിച്ചല്ലോ. ഞാൻ ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ അവിടെ വന്നപ്പം എന്നെ ആത്മാവ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തു നിൻ്റെ അടുക്കലോട്ട് വരാൻ. പരിശ്രമിച്ചിട്ട് വിടുതൽ പ്രാപിക്കാത്ത ഒരുത്തനെ എന്നെ കാണിച്ചു. അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വന്ന. ഇന്നും ദൂതനല്ല വന്നേക്കുന്നത്, ദൂതനെ അയക്കുന്ന ഞാൻ നേരിട്ട് വന്നേക്കുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അല്ലെ, പരിശ്രമിച്ചിട്ട് വർഷങ്ങളായി പരിഹാരമില്ലാത്ത നിന്റെ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി പരിഹാരം തരുവാൻ എൻ്റെ യേശു മതിയായവനാ. വിശ്വസിക്കുന്നവർ മാത്രമേ കരമൊന്ന് ഉയർത്തി കരമൊന്ന് വീശി ദൈവത്തെ സ്തുതിച്ച് ഈ രാത്രി അവൻ നിന്റെ അടുക്കലുണ്ട്. ശ്രദ്ധിക്കണേ, ഈ ശതാധിപൻ കൊടും ഭീകരനെ പോലെ തോന്നിയ മനുഷ്യൻ, ഒരു രക്തദാഹിയെപ്പോലെ തോന്നിയ മനുഷ്യൻ, ചാട്ടവാറിന് മുഴുവൻ അടിയും പുറത്തു കൊടുപ്പിക്കാൻ നിന്ന ഈ മനുഷ്യൻ, കാരിരുമ്പാണി കയ്യെ തറയ്ക്കാൻ നിന്ന ഈ മനുഷ്യൻ, തലയിൽ മുൾക്കിരീടം അടിച്ചുറപ്പിക്കാൻ നിന്ന ഈ മനുഷ്യൻ
നിന്ദിച്ചവൻ, അപമാനിച്ചവൻ, പരിഹസിച്ചവൻ, കാർക്കിച്ചു തുപ്പിയവൻ ക്രൂശിലെ മരണം കണ്ടപ്പോൾ, അത് കഴിഞ്ഞ് പ്രകൃതി സംഭവിച്ച സംഭവം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, വാസ്തവമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. പിന്നത്തേതിൽ കർത്താവിൻ്റെ ശക്തനായ വേലക്കാരനായിട്ട് അവൻ മാറി. ഒരു സ്തോത്രം പറഞ്ഞേ, നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ആരെയൊക്കെയോ ദൈവം കാണുന്നുണ്ട് കേട്ടോ. ഈ യോഗം അവസാനിക്കും മുമ്പേ യേശുവിൻ്റെ സാക്ഷിയാകാൻ ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവം ആ കരം വെക്കാൻ പോകുകയാ. കൊതിക്കുന്ന എത്ര പേരുണ്ട്? ആ കരം ഇന്ന് രാത്രി എൻ്റെ മേൽ വീണിരുന്നെങ്കിൽ, കൊതിക്കുന്നെങ്കിൽ നിൻ്റെ മേൽ ആ കരം വെക്കുവാൻ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് മതിയായവനാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. 23:50. അരിമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. ഇത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു. ശബ്ബത്തും ആരംഭിച്ചു. ഗലീലിൽ നിന്ന് അവനോടുകൂടെ മതി ഗലീലയിൽ നിന്ന് അവനോടുകൂടെ നീക്കോദീമോസും അരിമത്യക്കാരനായ മാന്യനായ മന്ത്രി യോസഫും ആരെയും ഒരിക്കലും അടക്കിയിട്ടില്ലാത്ത പാറയിൽ വെട്ടിയിറക്കിയ കല്ലറയിൽ പീലാത്തോസിൻ്റെ അനുവാദം ചോദിച്ചു വാങ്ങി ക്രൂശിൽ നിന്ന് ശരീരമിറക്കി ഒരു ശീലയിൽ, നിർമ്മലമായ ശീലയിൽ പൊതിഞ്ഞ് കല്ലറയിൽ കൊണ്ടുവച്ചു. യേശു മരിക്കുന്നതിന് മുമ്പ് യോസഫായിരുന്നു മരിച്ചിരുന്നതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈനിക ബഹുമതിയോടുകൂടി തലകീഴായി തോക്കുപിടിച്ച് പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ മാന്യമായ ഒരടക്കം ജോസഫിന് അവിടെ കിട്ടിയേനെ. ആ കല്ലറ പിന്നീട് ആരും കാണത്തില്ലായിരുന്നു. പക്ഷേ ജോസഫിൻ്റെ ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുക. ഏത് ഉപദേശി എവിടെ പ്രസംഗിച്ചാലും അരിമത്തിയിലെ യോസഫിൻ്റെ കാര്യവും നിക്കോദീമോസിൻ്റെ കാര്യവും കല്ലറയുടെ കാര്യവും പറയും. അവൻ്റെ കല്ലറയ്ക്ക് ഇത്രയും പേര് വരാൻ കാരണം അവന് വേണ്ടി വെട്ടിയതെന്തോ അത് യേശുവിനായി വിട്ടുകൊടുത്തു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ആരും അറിയാത്ത വ്യക്തിയായിരിക്കും നീ. എൻ്റെ അയൽവാസിയും എൻ്റെ ബന്ധുവുമായിരിക്കുന്ന ദൈവദാസൻ ഇവിടെ ഉണ്ട്. എന്നെ ആർക്കും വേണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സ്വഭാവത്തിൻ്റെ അശ്രേഷ്ഠത കൊണ്ട് ഒരു 24 വയസ്സാകുന്നതിന് മുമ്പ് എൻ്റെ പാസ്പോർട്ട് ഗവൺമെൻറ് തിരിച്ചു മേടിച്ചു. ഞാൻ എല്ലാവരാലും വെറുക്കപ്പെട്ടപ്പോൾ മരണം കൊതിച്ചു. 4 കുപ്പി മാരക വിഷം ഒന്നിച്ച് കുടിച്ചു. രക്തം ഛർദ്ദിച്ച് ഞാൻ വഴിയോരത്ത് കിടന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 മാസം രക്തം ഛർദ്ദിച്ചുകൊണ്ടേ കിടന്നു. പക്ഷേ കർത്താവ് എന്നെ വിടുവിച്ചു. അന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ എനിക്കുണ്ട്. എൻ്റെ അമ്മയുടെ 7 മക്കളുടെ ഇളയ മകനാണ് ഞാൻ. എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിൻ്റെ വാതിക്കൽ 7ാമത്തെ മകൻ്റെ മരണം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു, ഈ അകത്ത് കിടക്കുന്ന ആളിൻ്റെ ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉടനെ പറഞ്ഞു, ഞാൻ അമ്മയാണ്, ഞാനുണ്ട്, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചു, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിർജീവമായി കിടക്കുന്ന ശരീരം മുഴുവൻ വിഷം വ്യാപിച്ച് മാസങ്ങളായി രക്തം ഛർദ്ദിച്ച് കിടക്കുന്ന എൻ്റെ അമ്മ എന്നെക്കുറിച്ച് പറഞ്ഞത്, ഡോക്ടറെ അറിയിക്കാനുള്ളവനെ അറിയിച്ചേച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഞാൻ അവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്നോ? ഇല്ല ഡോക്ടറെ, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. ഇത് 80-ൽ മെഡിക്കൽ കോളേജിൻ്റെ വാതിക്ക് വെച്ച് എൻ്റെ അമ്മ പറഞ്ഞു. 96-ൽ ഞാൻ ആ കണ്ണ് തിരുമ്മി അടച്ചേ. സ്തോത്രം. നിൻ്റെ ദൈവം ആരാന്നറിയാം? ഇന്ന് രാത്രി ആർക്കും വേണ്ടാത്തതിനെ പോലും വിടുവിക്കാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. ലോകം വെറുത്തതിനെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്.
ക്രൂശിൻ്റെ സാധ്യത നീ തള്ളിക്കളയരുത്. ഇന്ന് രാത്രി ആ ക്രൂശ് തന്നെ നിൻ്റെ കർത്താവായി സ്വീകരിപ്പാൻ നീ തയ്യാറായാൽ, നിൻ്റെ രാജാവായിട്ട് അംഗീകരിപ്പാൻ തയ്യാറായാൽ, നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥകൾക്ക് ഒരു നിമിഷം കൊണ്ട് ഭേദം വരുത്താൻ. ഇനി കേരളം വിട്ടൊരു രാജ്യത്ത് പോകാതിരിക്കാനല്ലേ പാസ്പോർട്ട് തിരിച്ചു മേടിച്ചേ? അല്ലേ, ഞാൻ 5 ഭൂഖണ്ഡങ്ങളിൽ പോയി കേട്ടോ. നിങ്ങൾ മിണ്ടുന്നില്ല. അസൂയല്ലേ? ഒരു സ്വോത്രം പറഞ്ഞേ. 40 പരം രാജ്യങ്ങളിൽ പോയി പാസ്റ്ററെ യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിക്കാൻ. അല്ലേ, പിശാച് ഒരു വഴി അടച്ചാൽ യേശു 1000 വഴിയല്ലേ തുറക്കുന്നേ. ഇന്ന് രാത്രി അടഞ്ഞ വഴി മുഴുവൻ തുറക്കാൻ കരുത്തുള്ള ഒരുത്തനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവാ. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം ഈ കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. അതിൻ്റെ സാധ്യതകൾ ഇന്ന് രാത്രി വളരെ വലുതാ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ, പ്രിയരെ, യേശു വരാൻ പോകുകയാണ്. അമേരിക്കയുടെ ഇപ്പോഴത്തെ ബഹുമാനനായ പ്രസിഡന്റ് ശ്രീമാൻ റൊണാൾഡ് ട്രംപ് ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തി. ദീർഘവർഷങ്ങൾ യഹൂദൻ്റേതല്ലാതിരുന്ന യെരുശലേമിനെ അവൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം പരസ്യമായി ആഹ്വാനം ചെയ്യുവാൻ അവൻ്റെ മകളെയും അവൻ്റെ സെക്രട്ടറിയെയും കൂടെ അവിടെ അയച്ചിട്ട് അവർ യെരുശലേമിൽ നിൽക്കുമ്പോൾ ഓൺലൈൻ വഴി ട്രംപ് പ്രസംഗിച്ചു. ഔദ്യോഗികമായിട്ട് യെരുശലേമിനെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ദാവീദിൻ്റെ നഗരമെന്നറിയപ്പെട്ട, രാജാവിൻ്റെ നഗരമെന്നറിയപ്പെട്ട ദേവാലയമുണ്ടായിരുന്ന യെരുശലേം AD 60കളിൽ ചിന്ന ഭിന്നമായി തകർന്ന് തരിപ്പണമായി പോയിട്ട് 1948 പുനഃസ്ഥാപിക്കപ്പെട്ട യെരുശലേം ഒരു മനുഷ്യൻ്റെ തലമുറയുടെ ആയുസ് 70 പറഞ്ഞ കറക്റ്റ് 70 വർഷമായ 2018 ഒരു തലമുറയുടെ ആയുസ് പൂർത്തീകരിച്ച അന്ന് വീണ്ടും തലസ്ഥാനമായി പ്രഖ്യാപിച്ചെങ്കിൽ ആ തലസ്ഥാന നഗരിയിൽ പണ്ട് ആലയം ഇരുന്ന ഇടത്ത് അവൻ്റെ ആലയം പണി. ബെന്തക്കോസ് നാളിൽ മർക്കോസിൻ്റെ മാളിയ മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഉദ്ഘാടനം ചെയ്ത സഭ ആത്മീകമായി സ്ഥാപിക്കപ്പെട്ടപ്പോൾ അശരീകമായി പണിയപ്പെട്ട സഭ തകർന്ന് കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഇടിഞ്ഞ സ്ഥാനത്ത് വീണ്ടും ആ സഭ പണിയപ്പെടും. അശരീക സഭ വീണ്ടും പണിയപ്പെടുന്നതിന് തൊട്ടു മുമ്പേ ആത്മീക സഭ ഇവിടുന്ന് പോകും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അങ്ങനെയെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ദിവസങ്ങൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ഈ ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം ഒന്നിച്ച് 3 കൂടെ മുഴങ്ങുന്ന ആ സെക്കൻഡിൽ ഇന്നലകളിൽ മരിച്ച വിശുദ്ധന്മാരുടെ മുഴുവൻ കല്ലറകൾ തുറന്നിട്ട് കല്ലറകളിലുള്ളവർ ഉയർത്തെഴുന്നേറ്റ് ഒരു ശരീരം പ്രാപിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ മുഴുവൻ പേരും ഒറ്റ സെക്കൻഡ് കൊണ്ട് രൂപാന്തരപ്പെടും. ഈ ഇരുവരും ഒരുമിച്ച് മേഘങ്ങളിൽ യേശുവിനെതിരേൽപ്പാൻ ആകാശം മേഘങ്ങൾ എടുക്കപ്പെടും. ചേർന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. അവൻ വരുന്നത് വിശുദ്ധരെ ചേർക്കുവാനാ. നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് 2ാമത്തെ മരണമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നീ വീണ്ടും ജന്മം പ്രാപിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ദൈവിക മക്കളുടെ പദവിയിലേക്ക് വന്നവൻ എത്ര വലിയ പാപിയായാലും അവൻ്റെ രക്തം കൊണ്ടിനെ കഴുകി ലംഘനം ക്ഷമിച്ച് പാപം മറച്ച് അവൻ്റെ പൈതലാക്കി തീർക്കുമ്പോൾ നീ അവൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് പങ്കാളിയാകുവാൻ വെള്ളത്തിലിറങ്ങി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിടുന്ന ആത്മാവെന്ന അച്ചാരം നീ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് വിശുദ്ധിയോടെ നിലകൊണ്ടാൽ കർത്താവ് വരുമ്പോൾ പോകും. ഇല്ലെങ്കിൽ നീ കൈവിടപ്പെടും.
ഇവിടെ 666 ഭരിക്കാൻ പോകുന്നതാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവും നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ATM കാർഡ് ഉൾപ്പെടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും പിൻ നമ്പറുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഒരു നമ്പറിൽ ഈ രാജ്യം ഭരിക്കാൻ പോകുകയാണ്. അത് വരുന്നതിന് തൊട്ടു മുമ്പേ സഭ എടുക്കപ്പെടും. നിൻ്റെ വിളക്കിൽ എണ്ണയുണ്ടോ? നിന്നെ ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്തിട്ടുണ്ടോ? ഇന്ന് രാത്രി വിശ്വസ്തനെന്ന് എണ്ണി ഫലമേൽപ്പിച്ചത് നീ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അവൻ നിന്നെ വിളിക്കുമ്പോൾ നിൻ്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങി നിൽക്കാം. കർത്താവ് വരാറായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാവർക്കും ദൈവസന്നിധാനം എഴുന്നേൽക്കാം. ഹല്ലേലൂയ, ജീസസ്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടൊരു പാട്ട് പാടി ആരാധിക്കുന്നു. ഇന്ന് രാത്രി ആ കരങ്ങൾ രണ്ടും ഉയരട്ടെ, ആ കണ്ണുകൾ രണ്ടും അടയട്ടെ. സഹോദര സഹോദരി, കഴിഞ്ഞ 4 ദിവസങ്ങൾ ദൈവവചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇനിയും ഒരവസരം നമുക്കുണ്ടോ ഇല്ലെന്നറിയത്തില്ല. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാഹളം. രണ്ടിലേതുമാകട്ടെ, ഇന്ന് രാത്രി രണ്ടിനായിട്ട് നീ ഒരുങ്ങണം. മരിച്ചാൽ എനിക്ക് മരിക്കുന്നത് ലാഭം, ജീവിക്കുന്നത് ക്രിസ്തു എന്നുള്ള ഉറപ്പ് കർത്താവിനേക്കാൾ അധികം മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അതിനോട് യാത്ര പറഞ്ഞ് ക്രിസ്തുവിൻ്റെ പൈതലായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നല്ല കർത്താവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ സാധ്യതകളെ തള്ളിക്കളയാതെ കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന സകല അനുഗ്രഹങ്ങളും ആത്മാവിൽ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ മക്കളായി ദിനംതോറും അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ, ബുദ്ധിയുള്ള കന്യകയെ പോലെ വിളക്കിൽ എണ്ണയുള്ളവരായിരിക്കാൻ, മണവാളിൻ്റെ ആർപ്പുവിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാൻ എല്ലാവരും സഹായിക്കണമേ. രോഗികളായി ഇതിനകത്ത് വന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സകല രോഗാത്മാക്കളും ശരീരം വിട്ടു പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അവർ വിടുതൽ പ്രാപിക്കട്ടെ. ദുഷ്ടപ്പിശാച് അടച്ച സകല വഴികൾ യേശുവിൻ്റെ നാമത്തിൽ മലർക്ക് തുറക്കട്ടെ. ഈ ജനം ഇന്ന് രാത്രി ആത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അഭിഷക്തന്മാരെ അനുഗ്രഹിക്കുന്നു. ഈ സെൻറ്ററിനെ അനുഗ്രഹിക്കുന്നു. ഈ സെൻറ്ററിൽ കൂട്ടുപ്രവർത്തനെ അനുഗ്രഹിക്കുന്നു. ഇവിടെയുള്ള എല്ലാ വേലക്കാരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.